നമ്മളൊക്കെ ദറസിലെ സമാജത്തിൽ പോലും പ്രസംഗിക്കുന്നതിന് മുമ്പേ കണ്ണുനീരോടെ ഇഖ്ലാസോടെ പ്രസംഗിക്കുന്ന ഒരു പ്രഭാഷകനാണ് ബഹുമാനനായ ദേവർഷോല ഉസ്താദ്. നിങ്ങൾക്കൊക്കെ അറിയാം, ആ ഉസ്താദിന്റെ പാടന്തറയിലെ മർക്കസിൽ വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന സമൂഹ വിവാഹം. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കേണ്ട, ഉസ്താദെ അത് മറ്റൊരു സംഘടനയല്ലേ, നിങ്ങളുടെ സംഘടനയല്ലേ? അങ്ങനൊന്നുമില്ല. സുന്നത്ത് ജമാഅത്തിന്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ അവിടെ നടന്നതെന്താണ്? കാരുണ്യത്തിന്റെ വലിയ പേമാരിയാണ് അവിടെ പെയ്തിറങ്ങിയത്. അനുവദിക്കാത്ത ഒരാളുടെ മുന്നിലും ഞാൻ പ്രദർശിപ്പിക്കൂല എന്ന ഉറച്ച തീരുമാനം ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് അല്ലാഹുവിന്റെ സ്വർഗ്ഗം കിട്ടാതിരിക്കുക? പിന്നെ എങ്ങനെയാണ് അല്ലാഹുവിന്റെ പൊരുത്തം കിട്ടാതിരിക്കുക? എന്റെ ശരീരത്തെ അല്ലാഹു നിഷിദ്ധമാക്കിയ ഒരു സ്ഥലത്ത് ഞാൻ പ്രദർശിപ്പിക്കൂല. അർഹതപ്പെട്ടവരുടെ മുമ്പിലല്ലാതെ, അനുവദിക്കപ്പെട്ടവരുടെ മുമ്പിലല്ലാതെ എന്റെ ശരീരം ഞാൻ തുറന്നിടൂല എന്ന ശക്തമായ തീരുമാനം ആ പ്രിയപ്പെട്ട സഹോദരി എടുത്തു എന്ന് പറയുമ്പോൾ ഞാനിത് ആരോടാണ് പറയുന്നതെന്ന് എനിക്കറിയാം. കാസർഗോഡ് ജില്ലയിൽ ഒരു പാട്ടുകാരൻ വന്ന് പാതിരാത്രിയിൽ ഗാനമേള നടത്തിയപ്പോൾ പോലീസുകാരന്റെ ലാത്തിയിലെ അടികൊണ്ട് വീണ പാവപ്പെട്ട പെൺകുട്ടികളുള്ള ജില്ലയിലാണെന്ന ബോധം എനിക്കുണ്ട്. എന്റെ പൊന്നുമോളെ, ഒരു ചെറിയ ശ്വാസമാണ് നമുക്കുള്ളത്. അത് ഏത് സമയത്തും നിലച്ചു പോകാം, അത് ഏത് സമയത്തും നിന്നു പോകാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പിന്നെ കാണുന്നത് നേരത്തോട് നേരമാകുന്നതിന് മുമ്പ് വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് നമ്മളെ കൊണ്ടുവന്ന് കബറടക്കുന്ന രംഗമാണ്. അവിടെ ആരാ ഉള്ളത് മോളെ? ഏത് പാട്ടുകാരനാ? ഏത് ആഘോഷക്കാരനാ? ഏത് നേതാവാ? ഏത് ഹറാമിന് നിനക്ക് കൂട്ടുനിന്നവരാ? അല്ലാഹുവേ, ഖബറാകുന്ന കുറ്റാകുറ്റിരിട്ടിന്റെ ഉള്ളറയിൽ അടച്ചിടപ്പെട്ട വാതിൽ പോലെ എന്റെ പൊന്നുമക്കളെ നമ്മൾ കിടക്കേണ്ടി വരുമല്ലോ. അതുകൊണ്ടാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്നതിന് മുമ്പ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്, അലിയാരി തങ്ങളെ, ഈ അറേബ്യയിൽ എല്ലാവരുടെയും മയ്യത്ത് കൊണ്ടുപോകുന്നത് ഒരു തടിക്കഷണത്തിന്റെ മുകളിൽ വെച്ചാണ്. മുകളിൽ മറയില്ലാത്ത തടിക്കഷണത്തിന്റെ മുകളിലാണ് ആ കാലഘട്ടം വരെ മുഴുവനും മയ്യത്ത് കൊണ്ടുപോയിരുന്നത്. അലിയാര് തങ്ങളോട് ലോകത്തിന്റെ തിരുദൂതരുടെ കരളിന്റെ കഷ്ണമായ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുകയാണ്, തങ്ങളെ, എന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ അതിന്റെ മുകളിൽ ഒരു മറ വെക്കണേ തങ്ങളെ. എന്റെ ശരീരം പൊതിഞ്ഞു കിടത്തിയിരിക്കുന്നത് പോലും ഒരാൾ കണ്ടിട്ട് ശരീരത്തിന്റെ ഒടിവറിയാനും പാടില്ലെന്ന് പറഞ്ഞു പോയ ലോകത്തിന്റെ തിരുനിലാവിന്റെ കരളേ ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു തആല അൻഹാ, എന്റെ കാഞ്ഞങ്ങാട്ട പെങ്ങളെ, ദുനിയാവ് മാത്രമാണ് ജീവിതമെന്ന് കരുതല്ലേ. പണക്കൊഴുപ്പിന്റെ പേരിൽ പ്രായപൂർത്തിയെത്തിയ മക്കളെ പോലും മുട്ടിന്റെ മുകളിൽ വസ്ത്രം ധരിപ്പിച്ചുകൊണ്ട് ആഘോഷമാണെന്ന് പറഞ്ഞ് കൊണ്ടു നടക്കുന്ന കല്യാണ ഓഡിറ്റോറിയത്തിലെ വിൽപ്പന ചരക്ക് പോലെ കൊണ്ടു നടക്കുന്ന ഉമ്മാ, അല്ലാഹുവോട് സമാധാനം പറയേണ്ടി വരും മോളെ. ഇത് പറയുമ്പോ എല്ലാവരും പറയും, മൊയ്ലാക്കന്മാർക്ക് ഇത് തന്നെയല്ലേ ഉള്ളൂ പറയാൻ, വാ തുറന്നാലതേ ഉള്ളൂ. എത്ര നിരീശ്വരവാദികൾ പറക്കിയാലും, ആരെല്ലാം ട്രോളി പരിഹരിച്ച് മുഖത്ത് കാർക്കിച്ചു തുപ്പിയാലും, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ഇത്തരം സംവിധാനങ്ങളെ ഇസ്ലാമിന്റെ സ്റ്റേജിൽ നിന്ന് തുടച്ചു മാറ്റാൻ കഴിയില്ല പെങ്ങളെ, കഴിയില്ല. നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പമാർ അതിന് സൗകര്യം ചെയ്തു കൊടുക്കരുത്. മാന്യമായ വസ്ത്രധാരണം അനിവാര്യമാണ്. പുരുഷന്മാരുടെ വസ്ത്രത്തെ കുറിച്ച് പറയാതിരിക്കല. ഈ മുതിർന്നവരെ വസ്ത്രമല്ല, അതൊരു മുണ്ടും ഒരു ഷർട്ടും ഒരു തലയിൽ ഒരു കർച്ചീപ്പും തൊപ്പിയൊക്കെ മാന്യമായ വസ്ത്രമാണ്. പക്ഷെ യുവാക്കളുടെ വസ്ത്രമാണെങ്കിലോ നായ കടിച്ച് കീറിയതുപോലെയുള്ള പാന്റ്, സുജൂദിൽ പോയാൽ അകത്ത് കിടക്കുന്ന സാധനത്തിന്റെ കമ്പനി എഴുതി കാണിക്കുന്ന പാന്റ്, ഉളുപ്പില്ലാതെ ഇത് ധരിച്ചുകൊണ്ട് നടക്കുന്നുണ്ടല്ലോ, നാണവും മാനവും ഇല്ലാതെ. ഔറത്ത് മറയണ്ടേ? ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് ഒരു സഹോദരി വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എനിക്ക് അപസ്മാര രോഗമുണ്ട് നബിയേ. അപസ്മാര രോഗം അതൊരു വല്ലാത്ത രോഗമാണ്. പടച്ചവനെ, അത്തരം രോഗത്തെ തൊട്ട് നമ്മളെ നീ കാത്തിരക്ഷിക്കണേ അല്ലാ. എൻ്റെ ഒരു പ്രിയപ്പെട്ട ഉസ്താദ് മണ്ണാർക്കാട് ഭാഗത്ത് ജോലി ചെയ്യുന്ന ഉസ്താദാണ്. അദ്ദേഹത്തിൻ്റെ മകൻ 2 ദിവസം മുമ്പ് മരണപ്പെട്ടു. 20 വയസ്സുണ്ട്. അപ്പോൾ അദ്ദേഹം ഇന്ന് മെസ്സേജ് അയച്ചു, എൻ്റെ മകൻ മരിച്ചതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കൊരു സമാധാനത്തിൻ്റെ ക്ഷമയുടെ എന്തെങ്കിലും ഒരു വോയിസ് ഇട്ട് തരണം.
ഒരു സ്വസ്ഥതയ്ക്ക് വേണ്ടി എന്ന് അദ്ദേഹം, ഒരു സാധുവായ ആലിമായ പാവപ്പെട്ട മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ മകൻ റബീ എന്നാണ് പേര്. കുഴഞ്ഞു വീണു മരണപ്പെട്ടു. ചെറിയ ഒരു പ്രശ്നം ബുദ്ധിക്കുണ്ടായിരുന്നു. ആ ഒരു ചെറിയ സ്ഥലത്തൊരു ജോലിക്കും പോകുന്നുണ്ടായിരുന്നു. അപ്പം ജോലി സ്ഥലത്ത് വാപ്പ കൊണ്ട് വണ്ടിയിൽ ഇറക്കിയിട്ട് വാപ്പ പോയി. കുറച്ച് കഴിയുമ്പോൾ ഫോൺ വരികയാണ്, മകൻ കുഴഞ്ഞു വീണു മരണപ്പെട്ടു എന്ന്. അപ്പോൾ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ആ കുടുംബത്തിന് ക്ഷമ പ്രദാനം ചെയ്യട്ടെ, അള്ളാഹു സമാധാനം കൊടുക്കട്ടെ. പലവിധ അസുഖങ്ങളുണ്ട്. അപസ്മാരം എന്ന് പറയുന്നത് ചെറിയ പ്രായത്തിൽ എല്ലാവർക്കും വന്നിട്ടുള്ളതാണ്. ചെറിയ പ്രായത്തിൽ ചിലപ്പോൾ വരാം. അത് ഈ ബ്രെയിനുമായി ബന്ധപ്പെട്ടൊരു അസുഖമാണ്. അത് ചെറിയ പ്രായത്തിൽ പലർക്കും, ഞങ്ങൾക്കൊക്കെ വന്നിട്ടുണ്ടാവാം. അത് വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ചിലപ്പോൾ അതിനു മുമ്പ് തന്നെ മാറും. പനി കൂടിയിട്ടുണ്ടാകുന്ന ജന്നി എന്നൊക്കെ പല സ്ഥലത്തും പറയലുണ്ട്. പക്ഷെ ഇത് 10 വയസ്സിന്, അതായത് 5 വയസ്സിന് ശേഷമാണ് ആദ്യം വരുന്നതെങ്കിൽ, 5 വയസ്സിന് ശേഷമാണ് ആദ്യം വരുന്നതെങ്കിൽ ആ അസുഖം വലിയ ഡേഞ്ചറാണ്. എൻ്റെ മരണപ്പെട്ടു പോയ മുസ്താഖ് അഹമ്മദ് എന്ന മോന് ആ അസുഖമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് ഇത്ര ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നത്. ഡോക്ടറുമായിട്ടൊക്കെ അതിനെക്കുറിച്ച് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. ആരുടെ പടക്കം വയ്ക്കുന്ന ഇവിടെ എടാ മക്കളെ, അല്ലെങ്കിൽ തന്നെ സൗണ്ട് ഇന്ത്യയിൽ മാത്രമേ എന്നെ കേൾക്കാൻ ബാക്കിയുള്ളൂ. അതെപ്പോഴാണ് വരുന്നതെന്ന് പ്രതീക്ഷയോടെ നിൽക്കുന്ന സമയത്താണ് ഈ സൗണ്ട് കേൾക്കുന്നത്. ഗൾഫ് രാജ്യത്തിലൊക്കെ മൊബൈലിന് സ്വസ്ഥതയില്ലാതെ സൈറൻ മുഴങ്ങാണ് മിസൈലുകളുടെ വരവ് കൊണ്ട്. പെട്ടെന്ന് അള്ളാഹു ഒരു സമാധാനവും സലാമത്തും കൊടുക്കട്ടെ. അപ്പം അതുകൊണ്ടാണ് ഈ അപസ്മാര രോഗത്തെക്കുറിച്ച് അത്രയും പഠിക്കാൻ കഴിഞ്ഞത്. അതൊരു വല്ലാത്ത രോഗമാണ്. അത് വന്ന് മുതിർന്നവർക്ക് അത് വന്നാൽ എവിടെ നിൽക്കുന്നു എന്ന് പറയാൻ പറ്റൂല. ജംഗ്ഷനിലാകാം, സ്റ്റാൻഡിലാകാം, പള്ളിയിലാകാം, കമ്പോളത്തിലാകാം, പ്രസംഗ സ്റ്റേജിലാകാം, സദസ്സിലാകാം. അത് വന്ന് മറിഞ്ഞു വീണ് വായിലൂടെ നുരയും പതയും വന്ന് നമ്മൾ തകർന്നു പോകും. നമ്മുടെ വസ്ത്രം മാറിപ്പോകും. ആരൊക്കെയാണ് അവിടെ നിൽക്കുന്നവരെന്നൊന്നും നമുക്കറിയില്ല. ഈ സഹോദരി കരഞ്ഞു വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, സഹിക്കാൻ വയ്യ നബിയേ, താങ്ങാന് പറ്റുന്നില്ല നബിയേ, ഈ അസുഖം കൊണ്ട് വല്ലാണ്ട് ബുദ്ധിമുട്ടുന്നു റസൂലേ. അതുകൊണ്ട് അങ്ങ് ഈ അസുഖമൊന്നു മാറാൻ വേണ്ടി അള്ളാനോട് ദുആ ചെയ്യുമോ നബിയേ? മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഞാൻ ദുആ ചെയ്യാം മോളെ, നീ ദുആ ചെയ്താൽ അല്ലാഹു ഇത് മാറ്റിത്തരും മോളെ. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, ഈ അസുഖത്തിന്റെ പേരിലുണ്ടാകുന്ന ബുദ്ധിമുട്ടും വേദനയും ഈ അസുഖവും നീ അങ്ങ് ക്ഷമിക്കുകയാണെങ്കിൽ വലക്കിൽ ജന്നാ, അതിന് പകരം അല്ലാഹു നിനക്ക് സ്വർഗം തരാമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോ, ഈ അസുഖം മാറാതെ ആ അസുഖത്തിന്റെ ബുദ്ധിമുട്ടും അസ്വാരസ്യങ്ങളും നീ സ്വയം സഹിക്കാൻ തീരുമാനിച്ചാൽ അതിന് പകരം അല്ലാഹു നിനക്ക് സ്വർഗം തരുമെന്ന് പറഞ്ഞപ്പോ ആ പെണ്ണ് പറയുന്നു, യാ ഹബീബല്ലാഹ്, അങ്ങനാണെങ്കിൽ എനിക്ക് സ്വർഗം മതി നബിയേ. എന്റെ കാഞ്ഞങ്ങാട്ട പെങ്ങളെ, അള്ളാന്റെ സ്വർഗം എങ്ങനെ വെറുതെ കിട്ടുന്നതല്ല. അള്ളാന്റെ സ്വർഗം എങ്ങനെ നിങ്ങൾ മയക്കിയെടുക്കാൻ പറ്റുന്നതല്ല. അള്ളാന്റെ സ്വർഗം നിങ്ങൾക്ക് കൈക്കൂലി കൊടുത്ത് വാങ്ങാൻ പറ്റുന്നതല്ല. ഈ പെങ്ങൾക്ക് ആരംഭപ്പൂവായ റസൂല് അങ്ങനെ ഒരു വാക്ക് കൊടുത്തപ്പോൾ അത് ഉറപ്പായല്ലോ. ആരാണ് വാക്ക് കൊടുക്കുന്നത്? ഇവിടെ ഇരിക്കുന്ന ഉസ്താദുമാരോ ഞങ്ങളോ അല്ല, ലോകത്തിന്റെ തിരുദൂതരാണ്. ആ വാക്ക് പാലിക്കപ്പെടാതിരിക്കാൻ പറ്റൂല. ആ പെണ്ണു പറയുന്നു, യാ റസൂലല്ലാഹ്, എന്നാൽ ആ സുഖമുണ്ടായിക്കോട്ടെ നബിയെ, എനിക്ക് സ്വർഗം മതി ഹബീബേ. അത് പറഞ്ഞ പെൺകുട്ടി നടന്നുപോയി. കുറച്ചു കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ചു വരികയാണ്. മുത്തുനബി ചോദിച്ചു, ഇനി എന്താ വേണ്ടത്? അല്ലാഹുവിന്റെ റസൂലേ, അസുഖം മാറണമെന്നില്ല, പക്ഷെ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഹബീബേ. ഞാൻ മറിഞ്ഞു വീഴുമ്പോ എന്റെ ശരീരത്തിന്റെ ഔറത്ത് വെളിവാകുന്നു നബിയേ, എന്റെ ശരീരത്തിന്റെ ഔറത്ത് വെളിവാകുന്നു റസൂലേ. ആരുടെ മുമ്പിലൊക്കെയാണ് എവിടെയൊക്കെയാണ് വീഴുന്നതെന്ന് പറയാൻ പറ്റൂല. എന്റെ കൈകാലുകൾ വസ്ത്രം മാറിയിട്ട് വെളിവാകുന്നുണ്ട് നബിയേ. അതുകൊണ്ട് അതൊന്ന് അവസാനിപ്പിക്കാൻ അവിടെ അല്ലാഹുവോട് ദുആ ചെയ്യണം റസൂലേ. എനിക്കതാണ് പേടി നബിയേ. അസുഖം വന്ന് വീണാലും, അസുഖം വന്ന് മറിഞ്ഞു വീണാലും തന്റെ ശരീരത്തിന്റെ നഗ്നതയുടെ ഒരു ചെറിയ ഭാഗം പോലും ഒരു അന്യപുരുഷൻ കാണുന്നത് അത്രമേൽ
ഭയപ്പെട്ടിരുന്ന ഒരു പെണ്ണ്, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു ഇനി മുതൽ അതുണ്ടാവില്ല പെണ്ണേ. ആരംഭപ്പൂവിന്റെ ദുആ കൊണ്ട് അതുണ്ടാവാതെ പിന്നീട് രക്ഷപ്പെട്ടു പോയി എന്ന് ചരിത്രം പറയുമ്പോ നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണേ മോളെ. നമ്മുടെ മക്കൾ വേറൊരു ലോകത്താണ്. അവരെ നടന്നു പോകുമ്പോ തന്നെ മേക്കപ്പും കൊണ്ടാ പോകുന്നത്. അവരെ ബാഗിനകത്തെല്ലാം ഉണ്ട്. കണ്ണിൽ വരയ്ക്കുന്നത്, ചുണ്ടിൽ വരയ്ക്കുന്നത്, കവിള് ചുമപ്പിക്കുന്നത്. 5 മിനിറ്റ് കൂടുമ്പോ അള്ളാഹുവിനെ പരിഹസിക്കുകയാണ്, റബ്ബേ നീ തന്നതൊന്നും പോരാ, നീ തന്നത് ശരിയായ ഇടത്തല്ല വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഇത് തേച്ചെങ്കിലേ റെഡിയാവൂ. ഭക്ഷണം കഴിച്ചാൽ, കൈ കഴുകിയാൽ ബാഗ് തുറക്കുന്നു, ഹോട്ടലിൽ സാധനം ചുണ്ടി തേക്കുന്നു, ഇങ്ങനെ ആക്കല, 2 ചുണ്ടിലൂടെ തേച്ചിട്ട് പിന്നെ മിക്സ് ചെയ്യലാണ്, എന്നിട്ട് അങ്ങനെ പോവാൻ. അതായത് എപ്പോഴും ഇങ്ങനെ നമുക്ക് അള്ളാഹു തന്ന സൗന്ദര്യം പോലെ ലോകത്ത് ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ? മുകളിലേക്ക് നോക്കാൻ ലോകത്ത് മനുഷ്യന് മാത്രമേ അള്ള കഴിവ് കൊടുത്തിട്ടുള്ളൂ. ഒരു ജീവജാലവും നോക്കൂല മുകളിലേക്ക്. ഏതെങ്കിലും നോക്കോ? നിങ്ങളെ വീട്ടിൽ ആട്, പശു, കോഴി, കാള, മുരി ഏതെങ്കിലും നോക്കോ? പ്രാവ്, തത്ത, കിളി, ഏതെങ്കിലും ഒരു ജീവജാലം മുകളിലേക്ക് നോക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നോക്കാൻ പറ്റില്ല എന്ന്. അതിനുള്ള കഴിവല്ല മനുഷ്യർക്ക് മാത്രമേ തന്നിട്ടുള്ളൂ ഇങ്ങനെ നോക്കാൻ. അങ്ങനെ തന്നിട്ടുള്ളൂ. മനുഷ്യന്റെ ചുണ്ട്, കണ്ണ്, കവിള് എന്തോരം രസമാണ്. തബാറക്കല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. എത്ര ഭംഗിയാണ് നമ്മൾ. അതുപോരാതെ നമ്മൾ പിന്നെ അടിച്ചു കയറ്റിയാണ് മറ്റ് കൃത്രിമ സാധനങ്ങൾ. എത്ര അസുഖങ്ങൾ. ഇവിടെയാണല്ലോ വെളുത്തിട്ട് പാറുന്ന സാധനം ഉണ്ടായത് കാസർഗോഡ് ജില്ലയിലാ. എന്നിട്ട് പാറിയത് എന്താ? കിഡ്നിയാണ് പോയത്. അതിലൊക്കെ എന്ത് മേക്കപ്പിന്റെ സാധനം സോഷ്യൽ മീഡിയയിൽ വന്നാലും കോടികളുടെ കച്ചവടം നടക്കും. ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി തന്നെ ആവണമെന്നില്ല, ഏതെങ്കിലും ഒരുത്തി അതിൻ്റെ ഒരു പരസ്യം ചെയ്താൽ മതി. ഞാൻ പുറത്തു പോയിട്ട് വന്നപ്പോൾ ഇത് തേച്ചു, എൻ്റെ ഉമ്മാക്ക് അത് തേച്ചു, എൻ്റെ ഉമ്മാടെ ഭർത്താവിൻ്റെ ഉമ്മാക്ക് അത് തേച്ചു, അങ്ങനെ പറയാണ്. അത് തേച്ചിട്ട് കണ്ടോ 2 ദിവസം കൊണ്ട് അല്ലേ? ഇത് കണ്ട് താത്തമാരിങ്ങനെ മാപ്പിള ഉണ്ടാക്കി തരുന്ന പൈസയുടെ കാർഡ് കൊണ്ട് ഉരച്ച് തേച്ചു മിനുക്കും. അടക്കിക്കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ ഖബറിന്റെ അകത്ത് കൊണ്ടുവച്ചാൽ അഴുകുന്നതാണൊരു 3 ദിവസം കൊണ്ടും. സുഹൃത്തുക്കളെ നമുക്കുള്ള നേത്രം 2ഉം. പടച്ചോനെ, കണ്ണില്ല, കാതില്ല. ആ സ്ഥലത്തൊക്കെ വലിയ ഗുഹകളാണ്, കുഴികളാണ്. ആയിഷ റളിയല്ലാഹു അൻഹയോട് ഈ സഹോദരി പറയുന്നു, ആയിഷ ഉമ്മ, ഞാനെടുത്ത 7 തീരുമാനത്തിൽ ഒന്നാമത്തത് ഹഫ്ദുത്തു നഫ്സി ഹത്താ ലം യറാ അഹദും ബിൽ മഹാരിമി. ഹറാമായ ഒരാൾ പോലും എൻ്റെ ശരീരത്തിന്റെ നഗ്നത കാണാതെ അപ്പുറത്തോളം ഞാൻ സൂക്ഷിച്ചിട്ടുണ്ടെന്നാണ്. അത് സൂക്ഷിക്കണേ ഉമ്മ, അത് സൂക്ഷിക്കണേ പെങ്ങളെ. ഒരിക്കലും അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ മക്കൾക്ക് അവസരം കൊടുക്കല്ലേ. ഇത് ദുനിയാവാണ്. ഇവിടെ നിന്ന് മരണപ്പെട്ട പിന്നെ ഉണ്ടാകുന്ന ഭീതിജനകമായ നിമിഷത്തെ നേരിടാൻ പാവപ്പെട്ട നമ്മളെ കൊണ്ട് കഴിയൂല. രണ്ടാമത്തത് ചെറിയ വിശദീകരണത്തിൽ പെട്ടെന്ന് പറഞ്ഞു തീർത്ത് ദുആ ചെയ്ത്, ദുആയാണ് കൂടുതൽ വേണ്ടത്. കാര്യമായി ദുആ ചെയ്ത് നമുക്ക് പിരിയാം. ഈ ഇലക്ഷൻ്റെ ഒക്കെ സമയത്ത് പരസ്യ പ്രചരണം അവസാനിക്കുന്ന രാത്രിയിൽ എനിക്ക് തോന്നുന്നില്ല ഒരു സ്ഥലത്തും ഇങ്ങനെ മൈക്ക് പെർമിഷൻ ഒരു പരിപാടിക്ക് കൊടുക്കില്ല. പിന്നെ ഇവിടുത്തെ സഹോദരങ്ങളുടെ, മൈക്ക് സെറ്റുകാരുടെ, സംഘാടകരുടെ നന്മ കൊണ്ട്, അവരുടെ ഇടപെടൽ കൊണ്ട് നമുക്ക് തന്നതാണ്. അപ്പോൾ അതിനെ നമ്മൾ മനഃപൂർവ്വം ദുരുപയോഗപ്പെടുത്താൻ പാടില്ല. വലിച്ചു നീട്ടി പാതിരാത്രി പിന്നെ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കരുത്. അതുകൊണ്ട് കാര്യമായി ദുആ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് വിഷയം പറഞ്ഞു തീർത്തിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആയിലേക്ക് വരാം. രണ്ടാമത്തത്, ആ പ്രിയപ്പെട്ട സഹോദരി പറയുകയാണ് ആയിഷ റളിയല്ലാഹു അൻഹയോട്, മാ റദ്ദു സായിലൻ ഇദാ കാന മഈ ഷൈഉൻ. എൻ്റെ മുമ്പിൽ വന്ന് ആരെങ്കിലും വല്ലതും ചോദിച്ചാൽ, എന്തെങ്കിലും എൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ ഞാൻ അവരെ നിരാശയോടെ മടക്കില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ പിന്നെ ചെയ്യാൻ പറ്റില്ലല്ലോ. ഒരാൾ വന്ന് എൻ്റെ അടുത്ത് ഒരു 50 രൂപ ചോദിച്ചു, ഒരു 1000 രൂപ ചോദിച്ചു, ഒരു ഭക്ഷണം ചോദിച്ചു, ഇച്ചിരി വെള്ളം ചോദിച്ചു, ഇത്തിരി വസ്ത്രം ചോദിച്ചാൽ ഉണ്ടെങ്കിൽ ഞാൻ അവരെ നിരാശയോടെ മടക്കില്ല. അത് രണ്ടാമത്തെ പദവിയാണ്, രണ്ടാമത്തെ പടവാണ്. ഒന്നാമത്തത് കഴിഞ്ഞു, രണ്ടാമത്തത് സഹോദരിമാർ പഠിച്ചോ. ആർക്കാണ് ഒരു ആവശ്യം വരുന്നതെന്ന് പറയാൻ പറ്റില്ല. കുറച്ച് ഫണ്ടുണ്ട്, ഭർത്താവ് തന്നു, 4 ATM കാർഡുണ്ട്, വീടുണ്ട്, സ്വർണ്ണമുണ്ട്, എല്ലാം ഉണ്ട്. നമുക്കൊരാവശ്യം വരൂല എന്ന് നിങ്ങൾ ഉറപ്പിക്കാൻ പറ്റൂല.
ലക്ഷക്കണക്കിന് രൂപയുടെ നാവ്. ഇപ്പോൾ ഈ വല്ലപ്പുഴ ഭാഗത്തൊരു പാട്ട് പാടുന്ന, എന്താ അവൻ്റെ പേര്, ജംഷാദാ, പാട്ട് പാടുന്നൊരു പയ്യനല്ലേ വെളുത്തിട്ട്, അവനിങ്ങനെ ഒരു ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ഇട്ടു. ഒരു കുഞ്ഞിൻ്റെ നാവ്, ദിൽഷാദോ, നാവ് മുറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു കുഞ്ഞിൻ്റെ. ലക്ഷക്കണക്കിന് രൂപ ആവശ്യമുണ്ട്. ആ സഹോദരൻ പറയുന്നുണ്ട്, നിങ്ങളിത് കണ്ടാൽ നിങ്ങളുടെ അക്കൗണ്ടിൽ ഒരു പൈസ പോലും ഇല്ലെങ്കിൽ നിങ്ങൾ അയക്കരുത്, ഉണ്ടെങ്കിൽ നിങ്ങൾ അയക്കണേ. അത്രയ്ക്ക് ഗതിയില്ലാത്ത അവസ്ഥയിലാണ്, അത്ര പ്രയാസത്തിലാണ്, അത്ര സങ്കടത്തിലാണ്. നാവ് മുറിഞ്ഞുകൊണ്ടിരിക്കുന്ന വലിയ രോഗം ആ കുഞ്ഞിനെ കണ്ടാൽ സഹിക്കാൻ പറ്റൂല. ആർക്ക് നാളെ ഒരു സാമ്പത്തിക ആവശ്യം വരൂല എന്നൊന്നും പറയാൻ പറ്റൂല. അതുകൊണ്ട് ആരെങ്കിലും മുമ്പിൽ വന്ന് കൈനീട്ടിയാൽ വല്ലാഹി റബ്ബ് സത്യം, ഉണ്ടെങ്കിൽ കൊടുക്കുക, ഇല്ലെങ്കിൽ അവരെ ആക്ഷേപിക്കാതെ ഖൗലും മഅറൂഫുൻ ഖൈറും മിൻ സ്വദഖ, നല്ല വാക്ക് പറഞ്ഞ് സന്തോഷത്തോടെ പറഞ്ഞു വിടുക. ഇല്ലാതെ അവരെ പരിശോധിച്ച്, അവരെ പരിഹസിച്ച്, അവരെ കുറ്റപ്പെടുത്തി കളിയാക്കി വിടരുത്. നാളത്തെ അവസ്ഥ എന്തെന്ന് പറയാൻ പറ്റൂല. അല്ലാഹുവേ, മുഹീദി മസ്ജിദിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്കാർക്കും നീ അത്തരമൊരു സാഹചര്യം തരല്ലേ അല്ലാ. സ്വന്തം നാട്ടിലും സ്വന്തം മഹല്ലിലും കൈനീട്ടിയിട്ട് സാമ്പത്തികത്തിന് വേണ്ടി കൈനീട്ടുന്ന ഒരു ഗതികേട്, പൈസ ഇല്ലെന്ന് പറഞ്ഞ് മക്കൾക്ക് വേണ്ടി സർജറിക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി ഗതിയില്ലാതെ അലയുന്ന ഒരവസ്ഥ ഒരിക്കലും നീ ഞങ്ങൾക്ക് തരല്ല അല്ലാ. മരുന്നുകൾക്കൊക്കെ തീതുപ്പുന്ന വിലയാണ്. പടച്ചവനെ, നീ കാത്തിരക്ഷിക്കണേ അല്ലാ. വല്ലാത്തൊരവസ്ഥയാണ്. ഇപ്പൊ സ്നേഹസാഗരത്തിൽ തന്നെ 10-70ഓളം ആളുകൾക്ക് നിരന്തരം അസുഖം വരുന്ന രംഗത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഒരു ദിവസം 2-3 പ്രാവശ്യം ആംബുലൻസ് ഹോസ്പിറ്റലിൽ പോയി ഓടി വരുമ്പോൾ ചെറിയ അസുഖങ്ങളാണ്, അതിനുപോലും ഭാരിച്ച തുകയാണ് ഹോസ്പിറ്റലിൽ നമുക്കാകുന്നത്. അപ്പൊ അതുകൊണ്ട് അസുഖം ഒരു വലിയ ബുദ്ധിമുട്ടാണ്. പടച്ചവൻ നമുക്ക് പ്രതിസന്ധി തരുന്ന തരത്തിലേക്ക് അസുഖം തരാതെ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് നിന്റെ മുമ്പിലേക്ക് എന്തെങ്കിലും ഒരാവശ്യം ചോദിച്ചുകൊണ്ട് ആരെങ്കിലും വന്നാൽ അവരെ നിരാശരോടെ മടക്കരുത്. അള്ളാഹുവിന്റെ സ്വർഗം നിനക്ക് നിഷിദ്ധമാകും. നിരാശയോടെ മടക്കരുത്. ബഹുമാനപ്പെട്ട ഉവൈസ് ഇബ്നു ആമിറുൽ ഖറനി റളിയല്ലാഹു അൻഹു പാവപ്പെട്ടവനാണ്. നല്ല വസ്ത്രം ധരിക്കാത്ത, നല്ല ഭക്ഷണം കഴിക്കാത്ത, നല്ല വരിപ്പിൽ കിടന്നുറങ്ങാത്ത, നല്ല കൊട്ടാരത്തിന്റെ സുഖമറിയാത്ത, നല്ല ജീവിതത്തിന്റെ രസമറിയാത്ത, ആഡംബര ജീവിതത്തിന്റെ ആനന്ദമറിയാത്ത ഉവൈസ് ഇബ്നു ആമിറുൽ ഖറനി റളിയല്ലാഹു അൻഹു പ്രവാചക അനുരാഗത്തിന്റെ മൂർധന്യതയിൽ വീണുപോയ അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി ഹൃദയം പകർന്നു കൊടുത്ത, ലോക ചരിത്രത്തിൽ അത്രമേൽ പ്രണയമില്ലെന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന വിധത്തിലുള്ള സ്നേഹക്കട്ടയായിരുന്നു ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ സംഭവമുണ്ട്. ഉമ്മ മരിച്ചതിന് ശേഷം, മുത്തറസൂല് വഫാത്തായതിനു ശേഷം ഒരു മുസാഫിറായിട്ടുള്ള യാത്രയായിരുന്നു. മദീന കാണാൻ കഴിയാത്ത, ആരംഭപ്പൂവിനെ കാണാൻ കഴിയാത്ത, അനുരാഗിയുടെ വിലാപത്തിന്റെ യാത്ര, മുള്ളു കുത്തുകയറുന്ന പോലെ നെഞ്ചിന്റെ അകത്ത് വേദന പേറുന്ന യാത്ര. ആ യാത്രയിൽ ഉവൈസ് ഇബ്നു ആമിറുൽ ഖറനി റളിയല്ലാഹു അൻഹു എല്ലാ ദിവസവും രാത്രി പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. എല്ലാ ദിവസവും രാത്രി പടച്ചവനോട് പറഞ്ഞിരുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ മമ്മാത ജൂഅൻ ഫലാ തുആഖിദ്നി. വിശന്നുകൊണ്ട് ആരെങ്കിലും ഇന്ന് മരണപ്പെട്ടാൽ എന്നെ നീ പിടിച്ച് ശിക്ഷിക്കല്ലേ അല്ലാ. ആരെങ്കിലും ഇന്ന് വിശന്നു മരിച്ചാൽ അതിൻ്റെ പേരിൽ എന്നെ പിടിച്ച് ശിക്ഷിക്കരുത്. കാരണം ഞാനും വിശന്നിരിക്കാണ്, കൊടുക്കാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ലെന്ന് ഞാൻ നിന്നോട് ഉറപ്പുവരുത്തുകയാണ്. എന്തൊരർത്ഥമുള്ള വാക്കാണ്. ഫലസ്തീനിൽ പോലും തൊണ്ടയിൽ വെള്ളം ഇറ്റ് വീഴാതെ വറ്റി വരണ്ട് 1000-ലധികം കുഞ്ഞുമക്കൾ മരിച്ചു വീണപ്പെടും. നമ്മുടെ കല്യാണത്തിൻ്റെ ആഘോഷത്തിന് കുറവ് വരുത്തിയിട്ടില്ലായിരുന്നു. നമ്മൾ അതിനെക്കുറിച്ച് പത്രമാധ്യമങ്ങളിൽ പോലും വായിച്ചിട്ട് നമ്മുടെ കണ്ണ് നനഞ്ഞില്ലായിരുന്നു. നമ്മൾ വളരെ ഗൗരവത്തിൽ ഇതൊക്കെ ആലോചിക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ. മൻ മാത മിന്നി ജൂഅൻ ഫലാ തുആഖിദ്നി. ആരെങ്കിലും വിശന്നിട്ട് മരിച്ചാൽ എന്നെ നീ ശിക്ഷിക്കല്ലേ അല്ലാ. കാരണം ഞാനും വിശന്നു കഴിയുന്നവനാണ്. മറ്റുള്ളവർക്ക് കൊടുക്കാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ലെന്ന് ഉറപ്പ് വരുത്തണം. നമ്മുടെ നാട്ടിലെ പാവങ്ങളില്ലേ, നമ്മുടെ നാട്ടിലെ സാധുക്കളില്ലേ, നമ്മുടെ നാട്ടിൽ കഷ്ടപ്പെടുന്നവരില്ലേ, അനാഥകളില്ലേ, അവരെ പരിഗണിക്കണം.
അവർക്ക് ആഗ്രഹം ഉണ്ടാവൂലേ? അപ്പോൾ ഇന്നലെ ഞാൻ ഈ പറഞ്ഞ ചറുമുറുവിൻ്റെ അടുത്ത് ഇറങ്ങുമ്പോൾ അവിടെ അച്ചാറ് വിൽക്കുന്ന ഒരു സഹോദരൻ, ആ പാതിരാത്രിയിൽ അദ്ദേഹത്തിന് അത്രയും ഗതികെട്ടത് കൊണ്ടല്ലേ ആ പാതിരാത്രി അവിടെ കടയിൽ വരുന്ന ആളുകൾക്ക് ഒരു കുപ്പി അച്ചാർ കൊടുക്കുക, എന്നിട്ട് അതിൻ്റെ പൈസ വാങ്ങുക. അദ്ദേഹത്തിന് ഒരാൾ ഒരു അവിൽ മിൽക്ക് വാങ്ങിച്ചു കൊടുക്കുകയാണ്. അതൊക്കെ തന്നെയല്ലേ ചെയ്യേണ്ടത്? അദ്ദേഹത്തിന് ഒരാൾ വാങ്ങിച്ചു കൊടുക്കുകയാണ്, നിങ്ങളിത് കുടിക്കൂ എന്ന് പറഞ്ഞിട്ട്. ഇതുപോലെ നമുക്കിടയിലുള്ള പാവങ്ങൾ, അവർക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവും, അവർക്ക് മോഹങ്ങൾ ഉണ്ടാവും. നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്തു കൊടുക്കണം. ഈ പ്രവാസ ലോകത്ത് കഴിയുന്ന ഇപ്പോൾ കുവൈറ്റ് നാസർ സാഹിബ് കഴിച്ചിട്ടില്ലാത്ത ഭക്ഷണം അദ്ദേഹത്തിൻ്റെ മക്കൾ കഴിച്ചിട്ടുണ്ടാവും. അതാണ് ഗൾഫുകാരുടെ അവസ്ഥ. അവരെല്ലാം മാറ്റി. ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗവും പഴയ ഗൾഫുകാരാ. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനോട് സംസാരിച്ചപ്പോൾ വർഷങ്ങളോളം ബഹ്റൈനിലായിരുന്നു എന്നാണ് പറഞ്ഞത്. ജീവിതത്തിൻ്റെ 3/4 ഭാഗവും പ്രവാസ ലോകം തിരിച്ചു കളയുമ്പോൾ സത്യത്തിൽ അവരൊന്നും രുചികരമായ ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല. സുഖലോലുപതയുടെ മടിത്തട്ടിൽ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടാവില്ല. എപ്പോഴും മക്കളുടെ ഓർമ്മ, കുടുംബത്തിൻ്റെ ഓർമ്മ, ഉമ്മ, വാപ്പ, നാട്ടിലെ പള്ളി, മദ്രസ, കോളേജ് ഒക്കെയാണ് അവരുടെ മനസ്സിലുള്ളത്. റിയാദിൽ നിന്ന് ഒരു KMCCയുടെ സഹോദരൻ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദെ നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ പറ്റുമെങ്കിൽ ഒരാളെ ഞാൻ കൊണ്ടുവരാം. 45 വർഷം പ്രവാസ ലോകം തിന്നു തീർത്ത ഒരു ശരീരം. 5 വർഷം അദ്ദേഹം എന്തോ ഒരു വിഷയത്തിൽ ജയിലിലായി പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും അദ്ദേഹത്തെ വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തെ തിരുവനന്തപുരം എയർപോർട്ടിൽ കൊണ്ടുവന്നാൽ സ്നേഹസാഗരത്തിൽ എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു 101 വട്ടം ഇൻഷാ അല്ലാഹ് എടുത്തിരിക്കും. അവർക്ക് നമ്മളെങ്കിലും ഭക്ഷണം കൊടുക്കണ്ടേ? അവർക്ക് നമ്മളെങ്കിലും ഒരു അഭയം കൊടുക്കണ്ടേ? നമ്മളെങ്കിലും ഒരു കിടക്ക, ഒരു വിരിപ്പ് വിരിച്ചു കൊടുക്കണ്ടേ? അതാണ് ഇപ്പോഴത്തെ കാലം. അതുകൊണ്ട് നാളെ നിങ്ങൾക്ക് എന്തോ ഒരു ആവശ്യം വരുമെന്ന് പറയാൻ പറ്റൂല. നിങ്ങൾക്ക് നാളെ ഏത് രോഗമാണ് വരുന്നതെന്ന് പറയാൻ പറ്റൂല. ഏത് പ്രതിസന്ധിയിലാ നിങ്ങളെ പടച്ചവൻ പരീക്ഷിക്കുന്നതെന്ന് അറിയാൻ പറ്റൂല. അതുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്ന പാവങ്ങളെ നിരാശയോടെ മടക്കി വിടരുത്. വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ് തിരക്ക് പിടിച്ചോടുന്നത് എവിടെയാണ് മക്കളെ? എവിടെയാ നിങ്ങൾ ഈ ഓടുന്നത്? ആരെ കാണാനാ നിങ്ങൾ ഈ തിരക്കടിച്ച് ഓടുന്നത്? ഓടുന്ന സമയത്ത് പള്ളിയുടെ മുറ്റത്ത് കവാടത്തിന്റെ ആർച്ചിന്റെ തിരുമുമ്പിൽ തട്ടം പിരിച്ചിട്ടിരിക്കുന്ന പാവപ്പെട്ട ഉമ്മയെ നീ അറിയാതെ പോകുന്നത് എന്തുകൊണ്ടാ മക്കളെ? നോട്ടുകെട്ടിന്റെ മണമുള്ളത് കൊണ്ടല്ലേ? ആഡംബരത്തിന്റെ സുഖമുള്ളത് കൊണ്ടല്ലേ? ജീവിതത്തിൽ നിനക്ക് സന്തോഷമല്ലാവ് തന്നതുകൊണ്ടല്ലേ? മോനെ, പടച്ചവൻ കരയിപ്പിക്കാൻ തുടങ്ങിയാൽ ആര് കണ്ണീര് തുടച്ചാലും ആ കണ്ണീര് നിക്കൂല മോനെ. അള്ളാഹു കരയിപ്പിക്കാൻ തുടങ്ങിയാൽ, അള്ളാഹു പരീക്ഷിക്കാൻ തുടങ്ങിയാൽ, അള്ളാഹു അസുഖം തരാൻ തുടങ്ങിയാൽ, ലോകത്ത് ഏത് ഹോസ്പിറ്റലിൽ പോയാലും നോട്ടുകെട്ടുകൾക്ക് കടലാസിന്റെ വില പോലുമില്ലാതെ വലിച്ചെറിയേണ്ടി വന്നാലും പൊന്നുമോനെ നിനക്ക് രക്ഷപ്പെടാൻ കഴിയൂല. അതുകൊണ്ട് അള്ളാഹു തന്ന നിഅമത്തിനെ ഓർത്തിട്ട് നിന്റെ മുമ്പിൽ വരുന്ന പാവങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ കഴിയുമെങ്കിൽ കൊടുക്കുക. ഇല്ലെങ്കിൽ ഒരു നല്ല വർത്തമാനം പറഞ്ഞവിടെ നിന്ന് പിരിയുക. وأنفقوا مما رزقناكم من قبل أن يأتي أحدكم الموت فيقول رب لولا أخرتني إلى أجل قريب فأصدق وأكن من الصالحين. അള്ളാഹു പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് തന്ന സമ്പത്തിൽ നിന്ന് നിങ്ങൾക്ക് കഴിയുവോളം, നിങ്ങൾക്ക് പറ്റുന്നിടത്തോളം നിങ്ങൾ സ്വതക്ക ചെയ്തു കൊള്ളുക. ഇല്ലെങ്കിലോ നിങ്ങൾക്ക് അസറായിൽ റൂഹ് പിടിക്കാൻ വരുന്ന സമയത്ത് നിങ്ങൾ പറയും, എനിക്കൊന്ന് മടക്കി തരുവോ? ഇന്നത്തെ ദിവസം ഒന്ന് പിടിക്കാതിരിക്കുവോ? നാളെ റൂഹ് പിടിക്കാൻ പറ്റുവോ? എന്റെ സ്വത്ത് കൊടുക്കട്ടെ, എന്റെ പണം കൊടുക്കട്ടെ. കാഞ്ഞങ്ങാടൊരു പാവപ്പെട്ട യതീമായ കുട്ടിയുടെ കല്യാണം എന്ന് പറഞ്ഞിരുന്നു. എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, ഞാനൊന്ന് സഹായിക്കട്ടെ എന്നൊന്നും ആ സമയത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ബഹുമാനപ്പെട്ട ദേവർശോല ഉസ്താദ്, ഞാനൊക്കെ പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പ്, നമ്മളൊക്കെ ദറസിലെ സമാജത്തിൽ പോലും പ്രസംഗിക്കുന്നതിന് മുമ്പേ കണ്ണുനീരോടെ ഇഖ്ലാസോടെ പ്രസംഗിക്കുന്ന ഒരു പ്രഭാഷകനാണ് ബഹുമാനനായ ദേവർശോല ഉസ്താദ്. നിങ്ങൾക്കൊക്കെ അറിയാം. ആ ഉസ്താദിന്റെ പാടന്തറയിലെ മർക്കസില് വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന സമൂഹ വിവാഹം. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കേണ്ട, ഉസ്താദെ അത് മറ്റൊരു സംഘടനയല്ലേ, നിങ്ങളുടെ സംഘടനയല്ലേ? അങ്ങനൊന്നുമില്ല. സുന്നത്ത് ജമാഅത്തിന്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ അവിടെ നടന്നതെന്താണ്? കാരുണ്യത്തിന്റെ വലിയ
പേമാരിയാണ് അവിടെ പെയ്തിറങ്ങിയത്. 800-ലധികം വരുന്ന ആരോരുമില്ലാത്ത എന്ന് പറഞ്ഞാൽ കല്യാണം കഴിപ്പിച്ച് വിടാനുള്ള സാമ്പത്തിക സ്രോതസ്സുകൾ ഒന്നുമില്ലാത്ത പാവപ്പെട്ട കുടുംബത്തിലെ സഹോദരിമാർക്കൊരു വിവാഹ മംഗള സമ്പാദ്യം ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. വർഷങ്ങളായി നടക്കുന്നുണ്ട്. എനിക്ക് വേണ്ടപ്പെട്ട പലരും അത്തരം വിഷയത്തിൽ സഹായിച്ചിട്ടുണ്ട്, സാമ്പത്തികമായി സഹായിച്ചിട്ടുണ്ട്, പെൺകുട്ടികളെ ഏറ്റെടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ പലരും വർഷങ്ങൾക്ക് മുമ്പൊക്കെ, അത് തുടങ്ങിയ സമയത്തൊക്കെ ഇപ്പോഴും സഹായിക്കുന്നുണ്ട് പലരും. അത്തരം സംവിധാനത്തെ നമ്മൾ കൂടെ നിന്ന് കൊടുക്കണം. ഹിന്ദുക്കൾക്ക് ക്ഷേത്രത്തിൽ വെച്ച് കല്യാണം നടത്താനുള്ള സൗകര്യമൊരുക്കി കൊടുക്കുന്ന, മുസ്ലിങ്ങൾക്ക് അവിടെ വെച്ച് നിക്കാഹ് കഴിപ്പിക്കാനുള്ള സൗകര്യമൊരുക്കി കൊടുക്കുന്ന, പാവങ്ങളുടെ കണ്ണീരൊപ്പാനുള്ള ജാഗ്രത കാണിക്കുന്ന, താല്പര്യം കാണിക്കുന്ന ഒരു സംവിധാനം. എൻ്റെ പ്രിയപ്പെട്ട കാഞ്ഞങ്ങാട്ട സഹോദരങ്ങളോട് പറയുകയാണ്, നമ്മുടെ നാടിൻ്റെ പരിസരത്തുണ്ടാവാം അത്തരം ആളുകൾ. കല്യാണം എന്ന് പറയുമ്പോൾ സ്വർണം ഇങ്ങനെ കെട്ടിക്കൊടുക്കുക എന്നതല്ല. കല്യാണത്തിൻ്റെ ഒരു ചെറിയ ഒരു പുതുമയൊക്കെ വേണ്ടേ? ഒരു വസ്ത്രം, ചെറിയ നല്ല കുറച്ച് കുഞ്ഞാഭരണങ്ങൾ, നല്ല ഭക്ഷണം, കല്യാണത്തിന് അവരാഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു കുഞ്ഞ് ആഘോഷം ഒക്കെ കല്യാണം എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ അല്ലേ? നമ്മൾ ഒരു മോളെ കെട്ടിക്കുകയാണെങ്കിൽ പാടന്തറ മർക്കസിൻ്റെ 840 അല്ല 8000 മക്കളെ കെട്ടിക്കാനുള്ള പൈസ, ഒരു മോളെ ഓരോ ദിവസത്തെ മഞ്ഞ, ചുവപ്പ്, കറുപ്പ് കല്യാണം എന്നൊക്കെ പറഞ്ഞ് നാം പൊടിച്ച് കളയലുണ്ട് പ്രിയപ്പെട്ടവരെ. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്ക്, ഇത്തരം സംവിധാനങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മുടെ നാട്ടിൽ, നമ്മുടെ മഹലിൽ, നമ്മുടെ സ്ഥാപനത്തിന്റെ മുറ്റത്തൊക്കെ നടത്തണം. ഞാൻ സ്നേഹസാഗരത്തിന്റെ ശിലാസ്ഥാപനം നടത്തുന്ന സമയത്ത് പണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ എന്ന ആറ്റപ്പൂവിന്റെ കൈകൊണ്ട് 5 പെൺകുട്ടികൾക്ക് അന്ന് 5 പവൻ സ്വർണം വെച്ചിട്ട് എനിക്ക് കൊടുക്കാൻ പറ്റി. കാരണം സ്നേഹസാഗരം എന്നത് അതിനു വേണ്ടിയുള്ളതാണ്. പക്ഷെ ഇപ്പോൾ അപേക്ഷ കൊണ്ടുവന്നാൽ ചെയ്യാൻ കഴിയുന്നില്ല. കാരണം എന്നെ തന്നെ മുഴുവനും ഊറ്റി വലിച്ചെടുക്കുകയാണ് സ്നേഹസാഗരം. അതുകൊണ്ട് പുറത്തേക്ക് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ നമ്മളെ കൊണ്ട് കഴിയുന്നവരൊക്കെ ചെയ്തു കൊടുക്കണം. പറ്റുന്നിടത്തോളം നമ്മുടെ മോളെ കല്യാണം നടക്കുമ്പോൾ ഒരു പാവപ്പെട്ട കുട്ടിയുടെ കല്യാണം നടക്കട്ടെ. നമുക്കൊരു വീടുണ്ടാകുമ്പോൾ ഒരു പാവപ്പെട്ടവർക്ക് വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ തീർത്തു കൊടുക്കട്ടെ. അങ്ങനെ അള്ളാഹു തന്ന നിഅമത്തിന് നമുക്ക് തിരിച്ച് നന്ദി രേഖപ്പെടുത്താൻ കഴിയണം. അപ്പൊ രണ്ടാമത്തതായി ഐഷ റളിയല്ലാഹു അൻഹയോട് പറയുന്നു, ഒന്നാമത്തത് ശരീരത്തെ ഹറാമിൽ നിന്ന് സൂക്ഷിക്കലാണ്, വസ്ത്രധാരണം കൊണ്ട് വൃത്തിയോടെ നടക്കലാണ്. ആണും പെണ്ണും അങ്ങനെ തന്നെയാണ്. രണ്ടാമത്തത്, ആരെങ്കിലും മുമ്പിൽ വന്ന് ചോദിച്ചാൽ അവരെ കൊണ്ട് പറ്റുന്നത് ചെയ്തു കൊടുക്കലാണ്, സഹായിച്ചു കൊടുക്കലാണ്. മഹാനായ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു ഒക്കെ അത് ചെയ്തില്ലെങ്കിൽ പോലും അല്ലാഹുവിന്റെ അടുത്ത് വലിയ സ്ഥാനത്തിന് അർഹരാണ്. പക്ഷെ എന്നിട്ട് പോലും അവർ ചെയ്തു കൊടുത്തു. കർണനാടിൻ കൽബ് പൊട്ടിയ ചരിതമേ. അല്ലാഹുവിന്റെ റസൂൽ ഹൃദയം കൊണ്ട് വലിച്ചൂരിയെടുത്ത പ്രവാചക സ്നേഹിയാണ് മഹാനായ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു. ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഒരുപാട് പേര് പറഞ്ഞു, ഒരു പാട്ട് എഴുതണം. നേരത്തെ 1-2 വരികളിലൊക്കെ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് എഴുതിയിട്ടുണ്ടെങ്കിലും ഒരു പാട്ടായിട്ട് എഴുതിയിട്ടില്ലായിരുന്നു. ഇപ്പൊ അത് എഴുതി നമ്മുടെ വല്ലപ്പുഴയിൽ ഒരു ജാബർ എന്ന് പറയുന്ന സഹോദരൻ അൽഹംദുലില്ലാ അത് പാടിയിട്ടുണ്ട്. അതിനിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ, 1 മാസമൊക്കെ കഴിയുമ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് അതെത്തും. നിങ്ങൾ കേൾക്കണം. ആ ചരിത്രം കേട്ട് ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹുവിന്റെ അനുരാഗ ചരിത്രത്തിന്റെ ഏടുകളിലൂടെ പ്രവാചകരിലേക്ക് ഒരു അല്പമെങ്കിലും എത്താനുള്ള ഖൽബുണ്ടാക്കണം. അതിന് അല്ലാഹു തൗഫീഖ് തരട്ടെ. മൂന്നാമത്തെ കാര്യം, ഐഷ റളിയല്ലാഹു അൻഹയോട് ആ സ്ത്രീ പറയുന്ന മൂന്നാമത്തെ പടവ്, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ടവളെ വിളിച്ചിട്ട് ഐഷ ഉമ്മ എന്ന് വിളിച്ചിട്ട് പറയുകയാണ്, മൂന്നാമത്തെ കാര്യം പറയുകയാണ്. ഒന്ന്, ശരീരത്തെ വസ്ത്രം കൊണ്ട് പരിപൂർണമായി മൂടിവെക്കലാണ്. രണ്ടാമത്തത് മാറദ്ദു സായിലൻ, ആരെങ്കിലും ഒന്ന് ചോദിച്ചാൽ എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ മടക്കി വിടാതെ കൊടുക്കലാണ്. മൂന്നാമത്തതാ സഹോദരി പറയുകയാണ്, അസ്തഇദ്ദു ലിസ്സലാത്തി ഖബ്ലൽ അദാൻ, നിസ്കാരത്തിന് വേണ്ടി ഞാൻ ഒരുങ്ങുന്നത് ബാങ്കിന് മുമ്പാണ് ആയിഷ ഉമ്മ. ബാങ്ക് വിളിച്ചതിന് ശേഷമല്ല,
പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ടതിന് ശേഷമല്ല ഞാൻ വുളുവെടുക്കുന്നത്, പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ടതിന് ശേഷമല്ല ഞാൻ നിസ്കാരക്കുപ്പായം ധരിക്കുന്നത്, പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ടതിന് ശേഷമല്ല ഞാൻ നിസ്കാരത്തിന് വേണ്ടി ഇറങ്ങി വരുന്നത്, ഞാൻ നിസ്കാരത്തിന് വേണ്ടി ഒരുങ്ങുന്നത് ഖബലല്ലദാ, ബാങ്ക് കേൾക്കുന്നതിന് മുമ്പാണ്. വുളുവെടുത്ത് വസ്ത്രം ധരിച്ച് ബാങ്ക് ഇങ്ങനെ കേൾക്കാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുമായിരുന്നു. ഹയ്യ അലസ്സലാ എന്ന ബാങ്ക് കേൾക്കാൻ വേണ്ടി കൊതിയോടെ ഞാൻ കാത്തിരിക്കും. ആയിഷാ ഉമ്മ എന്റെ കാഞ്ഞങ്ങാട്ടെ പെങ്ങളോട് ചോദിക്കുകയാണ്, 20 വയസ്സായി, 40 വയസ്സായി, 60 വയസ്സായി, ഈ പ്രായത്തിനിടയ്ക്ക് എപ്പോഴെങ്കിലും എന്റെ മോളെ ബാങ്കിന് മുമ്പ് നിങ്ങൾ നിസ്കാരത്തെ കാത്തിരുന്നിട്ടുണ്ടോ? ബാങ്കിന് മുമ്പ് ഒന്നുകൊടുത്ത് തയ്യാറായിരുന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് റമദാൻ മാസത്തിന്റെ മഗ്രിബ് സെറ്റാണ്, എല്ലാം റെഡിയാ, കാരയ്ക്ക് അങ്ങോട്ട് കഴിക്കുക അല്ലേ, സുജൂദിൽ പോലും ഈത്തപ്പഴത്തിന്റെ കാരയ്ക്ക് തുപ്പിക്കളയുന്നവരുണ്ട് നിസ്കാരത്തിന്റെ, അത് നമ്മൾ റെഡിയാ. പക്ഷെ ഞാൻ പറയുന്നത് അങ്ങനല്ല, ബാങ്കിന് മുമ്പൊന്ന് തയ്യാറായിരുന്നു നോക്കണം. ആഖിറത്തിൽ നക്ഷത്രങ്ങളെ പോലെ മുഖം തിളങ്ങുന്ന ഒരു വിഭാഗം യസ്തഇദ്ദൂന ഖബലൽ അദാൻ, നിസ്കാരത്തിന് വേണ്ടി ബാങ്കിന് മുമ്പ് തയ്യാറാകുന്നവരാണ്, ബാങ്കിന് മുമ്പ് തയ്യാറാകുന്നവരാണ്. ആകെ അത് തയ്യാറാകുന്നത് പള്ളിയിലെ മുഅദ്ദിൻ സാഹിബാണ്. എല്ലാം റെഡിയായിട്ട് നേരെ, ഇപ്പൊ പിന്നെ അവർക്കും ബുദ്ധിമുട്ടാണ്, അവർ നേരെ ബാങ്ക് വിളിച്ചതിന് ശേഷമാണ് പിന്നെ ഒന്നുകൊടുത്ത് റെഡിയാവുന്നത്, കാരണം തിരക്കുള്ള ജീവിതമാണല്ലോ. അപ്പൊ ഇങ്ങനെ നിസ്കാരത്തിന് വേണ്ടി ബാങ്കിന് മുമ്പേ തയ്യാറാവുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അങ്ങനെ ഒന്ന് തയ്യാറായി നോക്ക്. അങ്ങനെ ഇപ്പൊ ളുഹർ നിസ്കാരം ഏറ്റവും കൂടുതൽ സഹോദരിമാര് പിന്തിച്ച് നിസ്കരിക്കുന്ന നിസ്കാരമാണ് ഏത് നിസ്കാരം? ളുഹർ നിസ്കാരം. 12:30-ക്ക് 1 മണിക്ക് ഒന്നും നിസ്കരിക്കൂല, ഒക്കെ 2 മണി 2:30 മണി. എന്താ നിങ്ങൾക്ക് മാത്രം പുതിയ സമയം? അത് ഉസ്താദെ കിച്ചണിലൊക്കെ ജോലിയാണ്, ഉസ്താദിന് ഇങ്ങനെ പറഞ്ഞിട്ടങ്ങ് പോവാ, ഉസ്താദിന് 4 നേരം വെട്ടി വിഴുങ്ങാൻ ഇഷ്ടംപോലെ ഫുഡ് പലരും തരും. അതൊന്നുമല്ല, അതൊന്നും പറഞ്ഞ് നിങ്ങൾക്ക് മുടന്ത ന്യായങ്ങളൊന്നും കണ്ടെത്താൻ പറ്റൂല. നിങ്ങളെ ളുഹറിന്റെ സമയം ആരാണ് 2:30 മണിയാക്കിയത്? നിങ്ങളുടെ ളുഹറിന്റെ സമയം ആരാണ് 3 മണിയാക്കിയത്? വാങ്ക് കേട്ടാൽ ഫസ്റ്റ് ജോലി നിസ്കാരമാണ് പ്രിയപ്പെട്ടവരെ, നിസ്കാരമാണ്. അത് കഴിഞ്ഞിട്ടേ എന്തുള്ളൂ. നിങ്ങൾ അങ്ങനെ ശീലിച്ചു നോക്ക്. നമുക്കിതല്ലേ, നമുക്ക് വേറെന്താണുള്ളത്? നിസ്കാരമില്ലാത്തവരുടെ മരണത്തെക്കുറിച്ച് നിങ്ങൾക്കറിയോ? നിസ്കാരമില്ലാത്തവരുടെ മരണം, നിങ്ങൾ പള്ളി വെച്ച് യത്തീമിനെ കെട്ടിച്ച് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് ഒക്കെ ചെയ്തു, ശരി. നിസ്കാരമില്ലാത്തവരുടെ മരണത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാം. കൃത്യമായി നിസ്കരിക്കുന്ന ഒരു മോന് അവന് കൂട്ടുകാരൻ്റെ അടുത്ത് പോയി കഞ്ചാവ് ഉപയോഗിക്കാൻ തോന്നൂല. എന്തുകൊണ്ട്? ഇന്നസ്സലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. അതാണ് നിസ്കാരം എന്ന് പറയുന്നത്. ഈ വൃത്തികേടുകളെ തടയാനുള്ള പരിചയാണ്. നിങ്ങൾ ശ്രദ്ധിക്ക്, നിസ്കാരം ഒഴിവാക്കരുത്. കൃത്യമായി നിസ്കരിക്കാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾക്ക് നിങ്ങൾ പ്രേരണ കൊടുക്കണം. അതിന് ഭീഷണിപ്പെടുത്തിയിട്ടല്ല, അതിൻ്റെ ഹിക്മത്തുകളുണ്ട്. അവരെ ചേർത്ത് പിടിക്കാൻ, അവരെ ഇപ്പോൾ വെക്കേഷൻ്റെ ക്ലാസ്സൊക്കെ നേരത്തെ പറഞ്ഞല്ലോ ഉസ്താദ് ഇവിടെ പ്രസംഗിച്ചപ്പോൾ, വെക്കേഷൻ സമയത്തൊക്കെ ഉസ്താദുമാരെ കൊണ്ട് അവർക്ക് ചാർജ് ചെയ്യിപ്പിച്ചു കൊടുക്കാൻ, അങ്ങനെ പതിയെ അൽഹംദുലില്ലാ വലിയ സ്ഥാനത്തേക്ക് എത്താൻ പറ്റും. നമ്മൾ ചെയ്തു കൊടുക്കണം. നമ്മൾ ആരെയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ, ആർക്ക് വേണ്ടിയാണ് നമ്മൾ ഓടുന്നത്? മരിച്ചുപോയ നമ്മുടെ നിസ്കാരത്തിൻ്റെ അവസ്ഥ എന്താണ് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് എന്ത് മറുപടി പറയും നിങ്ങൾ? അള്ളാഹുവിൻ്റെ പരലോകത്ത് നമ്മൾ അള്ളാഹുവിനോട് എന്ത് സമാധാനം പറയും? അള്ളാഹു തന്ന ദുനിയാവിന് വേണ്ടി തിരക്കായിരുന്നു എന്ന് പറയോ? എനിക്ക് ബിസിനസ് ആയിരുന്നു, ജോലി തിരക്കായിരുന്നു, ഓഫീസിൽ ടൈറ്റായിരുന്നു. അള്ളാഹു തന്നതല്ലേ അതൊക്കെ. പടച്ചോന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം നമ്മൾ അള്ളാഹു തന്ന സുഖത്തെ പറഞ്ഞിട്ട് നമ്മൾ എങ്ങനെ സമാധാനം കണ്ടെത്തും? പ്രിയപ്പെട്ട സഹോദരിമാരെ, ഒഴിവാക്കല്ലേ. ഐഷ റളിയല്ലാഹു അൻഹ സ്വർഗത്തിന്റെ വലിയ സ്ഥാനവും പദവിയും ഉണ്ടെന്ന് കണ്ട ആ പ്രിയപ്പെട്ട സഹോദരിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു കൊടുത്തതാണ്, എപ്പോ ബാങ്ക് കേട്ടാലും അതിന് മുമ്പ് ഞാൻ റെഡിയായിരിക്കും ആയിഷ ബീവിയേ, ഞാൻ തയ്യാറായിരിക്കും ആയിഷ ബീവിയേ. റെഡിയാണ്, ബാങ്ക് കേൾക്കുമ്പോ ഞാൻ റെഡിയാണ്, നിസ്കാരത്തിന് ഞാൻ റെഡിയാണ്. റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ ഒരു ദിവസം നിസ്കരിച്ചിരുന്ന സുന്നത്ത് നിസ്കാരങ്ങളുടെ കണക്ക് കാഞ്ഞങ്ങാട്ട പെങ്ങളെ നിങ്ങൾക്കറിയോ? 1000 റക്അത്തായിരുന്നു.
സ്നേഹസാഗരത്തിൽ 70ഓളം ആളുകൾ താമസിക്കുമ്പോ അതിൽ 30ഓളം ആളുകൾ ഉമ്മമാരാണ്, അമ്മമാരാണ്. അതിൽ ഒരുമ്മ റമളാനിലെ എല്ലാ നോമ്പും നോറ്റ ഉമ്മയാണ്. ഒരു വഖത്ത് നമസ്കാരം പോലും ഒഴിവാക്കാത്ത ഉമ്മയാണ്. നോക്കാനാളില്ല, ശരീരത്തിൽ പല രോഗങ്ങളാണ്. എന്നിട്ട് പോലും റമളാൻ മാസത്തിലെ ഒരു നോമ്പ് ഒഴിവാക്കാത്ത ഉമ്മ. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമില്ല, നിങ്ങൾ അനുഷ്ഠിക്കണം ില്ല. അവര് പറഞ്ഞു, ഉസ്താദേ എപ്പോഴാണ് മരിച്ചു പോകുന്നതെന്ന് പറയാൻ പറ്റൂല. വഴിയോരത്തിരുന്ന് പാവപ്പെട്ട ഞങ്ങൾക്ക് കിട്ടിയ ആ മാതാവ് പോലും അല്ലാഹുവിനെ അത്രത്തോളം ഖൗഫിലും മഹബത്തിലും കാണുന്നുണ്ടെങ്കിൽ, കാഞ്ഞങ്ങാട്ട പെങ്ങളെ പണപ്പെരുപ്പത്തിന്റെ കൊഴുപ്പ് കൊണ്ട് ഇലാഹി സ്മരണകളെ മറക്കാൻ ശ്രമിക്കുന്ന ഏറ്റവും മോശമായ കൽബിന്റെ ഉടമകളായി നിങ്ങൾ അതപ്പതിക്കല്ലേ. ആയിഷ ബീവിയോടാ സഹോദരി പറഞ്ഞതുപോലെ നിങ്ങൾക്ക് പറയാൻ കഴിയട്ടെ, ഓരോ വഖത്ത് നമസ്കാരങ്ങളും മൊബൈലിൽ അടയാളപ്പെടുത്തി സമയമാകുന്നതിന് മുമ്പ് കൃത്യമായി തയ്യാറെടുക്കുന്ന ഒരു രീതി ഉണ്ടാവട്ടെ. സമയമാകുന്നതിന് മുമ്പ് കൃത്യമായി തയ്യാറെടുക്കുന്ന ഒരു രീതി നിങ്ങൾക്കുണ്ടാവട്ടെ. അങ്ങനെ ഉണ്ടായാൽ എന്തോ ഒരു രസമാണ്, എന്തോ ഒരു സന്തോഷമാണ്, റാഹത്തോടെ നമുക്ക് ജീവിക്കാൻ പറ്റൂലേ. കൃത്യമായി നിസ്കരിക്കണം, പെണ്ണും ആണും നിസ്കാരം ഒഴിവാക്കാൻ പാടില്ല. ഇപ്പൊ ഞാൻ ഈ 2-3 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ചിലർ അയച്ചു തരാണ്, ഉസ്താദേ ഇത് കണ്ടില്ലേ, ഉസ്താദേ ഇത് കണ്ടില്ലേ. എന്താണെന്നറിയോ, തിയേറ്ററിനകത്തിരുന്ന് ആമീൻ പറയാം. ഈ സിനിമാ തിയേറ്ററിനകത്തെന്ന് പറയുന്നത് ഒരാളുടെ തലയിൽ വന്ന തിരക്കഥ അത് അയാൾ എഴുതുന്നു, അത് സംവിധായകനെ കൊടുക്കുമ്പോൾ അയാൾ അതിന് പറ്റുന്ന കുറെ അഭിനേതാക്കളെ കൊണ്ടുവരുന്നു, ആണും പെണ്ണുമായി. അതിനകത്ത് ചിലപ്പോൾ ക്ഷേത്രത്തിലെ ചടങ്ങുകൾ ഉണ്ടാവും, പൂജയുണ്ടാവും, ചിലപ്പോൾ ക്രിസ്ത്യൻ ദേവാലയം ഉണ്ടാവും, അതിൻ്റെ പ്രാർത്ഥനകൾ ഉണ്ടാവും, ചിലപ്പോൾ മുസ്ലിം പള്ളികളും പ്രാർത്ഥനയൊക്കെ ഉണ്ടാവും, ആഘോഷങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതിൻ്റെ കഥയുടെ ഭാഗമായി സിനിമാ തിയേറ്ററിനകത്ത് വരുമ്പോൾ അതിനകത്തൊരു മൊയിലാരിരുന്ന് ദുആ ചെയ്യുന്നു. കാണാൻ പോയ മക്കളല്ല ആമീൻ ആമീൻ അങ്ങനെ ആമീൻ പറയാൻ. ഇത് നിങ്ങൾ പറയും ഇതിനും ഞങ്ങളൊക്കെ സമ്മതിക്കൂലെന്ന് ചോദിക്കുമ്പോൾ അവിടെ ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ, എന്നെ കുറ്റപ്പെടുത്തിക്കോ, അത് പറഞ്ഞെന്ന് പറഞ്ഞ് എന്നെ ട്രോളിക്കോ, അത് പറഞ്ഞെന്ന് പറഞ്ഞ് എന്നെ ചീത്ത വിളിച്ചോ, ഇയാളെ കൊണ്ട് സ്വൈര്യമില്ലാണ്ടായല്ലോ, അതും ഇയാളും ഒക്കെ നിങ്ങൾ പറഞ്ഞു, അതൊക്കെ കമൻറ്റിൽ വരുമെന്ന് എനിക്ക് 100 വട്ടം ഉറപ്പാ. കാരണം അതിനുവേണ്ടി കുറേ ആളുകൾ മെനക്കെട്ടിരിക്കുന്നുണ്ട്. അതൊന്നും എന്നെ ബാധിക്കൂല. ഞാൻ പറയുന്നത് ആമീൻ എന്ന് പറയുന്നത് കരുണ്യവാനായ റബ്ബിനോട് നമ്മൾ കൈനീട്ടി പറയുന്ന നീ സ്വീകരിക്കണേ റബ്ബേ എന്ന് ജിബ്രീൽ ദുആ ചെയ്തപ്പോൾ മുത്തുനബി പറഞ്ഞ വാക്കാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാന്റെ റസൂൽ ദുആ ചെയ്തപ്പോൾ സഹാബികൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള സ്വഹാബികൾ പറഞ്ഞ ലഫ്ളാൻ ആമീൻ എന്നത്. മഹാന്മാര് സുൽത്താനുൽ ഹിന്ദും ഖുത്ബുൽ അഖ്താബും ഒക്കെ ദുആ ചെയ്തപ്പോൾ കണ്ണീരോടെ മുരീദുമാര് പറഞ്ഞ വാക്കാണ് ആമീൻ. നമ്മുടെ സയ്യിദന്മാർ സാദാത്യങ്ങൾ പറഞ്ഞ് ദുആ ചെയ്യുമ്പോൾ നമ്മൾ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് നേടിയെടുക്കാനുള്ള നസ്റിന് വേണ്ടി നമ്മൾ പറയുന്ന വാക്കാണ്. അങ്ങനെ നമ്മൾ അതിനെ പരിഹസിക്കരുത്. നിങ്ങൾ സിനിമയ്ക്ക് പോയി സിനിമ കണ്ടിട്ട് മടങ്ങിപ്പോയ്ക്കോ. എന്തിനാണ് ഇതിനെ ഇങ്ങനെ പരിഹസിക്കുന്നത്? ഇതിനെങ്ങനെ പരിഹസിക്കുന്നത് എന്തിനാണ്? നമ്മൾ ആലോചിച്ച് സങ്കടമുണ്ട് കാണുമ്പോൾ, പറയാതിരിക്കാൻ കഴിയണില്ല. അതുകൊണ്ടാണ് ദയവ് ചെയ്ത് ഇത്തരം കാര്യങ്ങളെ കൂട്ടുകാരായ നിങ്ങൾ സപ്പോർട്ട് ചെയ്യരുത്. എന്നെ പഴിചാരിക്കോ, എന്നെ എന്തോ പറഞ്ഞു, അതൊക്കെ കുറേ കൊല്ലം കൊണ്ട് പറയുന്നതല്ലേ, ആയിക്കോട്ടെ. പക്ഷെ ഇത്തരം വിഷയങ്ങളിൽ നിങ്ങളുടെ കൂട്ടുകാരോടെങ്കിലും, എൻ്റെ ചെറുപ്പക്കാരായ യുവാക്കളായ മക്കളോട് പറയണം, നിങ്ങളുടെ കൂട്ടുകാരോടെങ്കിലും പറയണം. ഒന്ന്, അത്തരം വീഡിയോ വന്നാൽ അത് ഷെയർ ചെയ്യരുത്. മറ്റൊന്ന്, അത്തരം വീഡിയോസുകളിൽ നമ്മൾ ഉണ്ടാവരുതടാ, ഞാനും നീ ഉണ്ടാവരുത്. നമ്മൾ സിനിമ കാണാൻ പോയി, ഓക്കെ, ഉസ്താദുമാർ പറഞ്ഞു, മറ്റവരൊക്കെ പറഞ്ഞു, ഒന്നും നമ്മൾ കേട്ടില്ല. നമ്മൾ സിനിമയ്ക്ക് പോയി, സിനിമ കണ്ടു വന്നോ, അതിനകത്ത് പോയിരുന്നിട്ട് നമ്മളിങ്ങനെ പറയുന്നത് വീഡിയോ എടുത്ത്, അതൊരു ഇസ്ലാമിൻ്റെ പ്രാർത്ഥനാ സദസ്സുകളെ പുച്ഛിക്കുന്ന പോലെയാണ്. എത്രയോ അള്ളാഹുവിനോട് നമ്മൾ കാര്യം ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ നടത്തി തരാനുണ്ട്. ഈ പറയുന്ന മക്കൾക്ക് നാളെ എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ അവരുടെ ഉമ്മ പറയുന്ന, വാപ്പ പറയുന്ന ആമീൻ്റെ ശക്തി എത്രയാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അത് ഈ ആമീൻ പോലല്ല. അള്ളാഹുവേ എൻ്റെ മോൻ, എൻ്റെ മോളെന്ന് പറഞ്ഞ് ഉമ്മയും വാപ്പയും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അത്തരം സാഹചര്യങ്ങളൊന്നും വരാതിരിക്കട്ടെ. അതുകൊണ്ട് ഒരിക്കലും ഇസ്ലാമിൻ്റെ ഇത്തരം സംവിധാനങ്ങളെ, ഒന്നിൻ്റെയും, ഇസ്ലാമിൻ്റെ എന്നല്ല, ഒരു മതത്തിൻ്റെയും ആരാധ്യ വസ്തുക്കളെയും ആരാധനാ വചനങ്ങളെയും നമ്മളങ്ങനെ പുച്ഛിക്കാൻ പാടില്ല. ഒന്നിനെയും, ഒരു മതത്തിൻ്റെയും. സിനിമയിലും കഥയിലും നോവലിലൊക്കെ വരുമ്പോൾ അതവിടെ അഭിനയിച്ചും വരച്ചും വായിച്ചും എഴുതിയും തീർക്കും. നമ്മളതിൽ നിന്ന് കുത്തിയെടുത്തിട്ട് അതിനെ പരിഹാസ്യമാക്കി മാറ്റരുത്. റഹ്മാനായ റബ്ബ് അതൊക്കെ മനസ്സിലാക്കാനുള്ള ബോധം
നമ്മുടെ തലമുറയ്ക്ക് അള്ളാഹു കൊടുക്കട്ടെ. അത് വളരെ ശ്രദ്ധിക്കണം സഹോദരിമാരെ. അപ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് പ്രിയപ്പെട്ട സഹോദരി പറയുകയാണ്, ബാങ്ക് മുഴങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഒരുങ്ങിയിരിക്കുകയാണ്, ഞാൻ തയ്യാറാവുകയാണ്, എന്റെ നിസ്കാരത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്, അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ വരാൻ കൊതിച്ചിരിക്കുകയാണ്. ബക്കറ്റ് കളക്ഷനില്ലേ നമുക്ക്? ഉണ്ടാ ആ ബക്കറ്റ് കൊണ്ടുവരി. ഇവിടെ വലിയ പിരിവൊന്നുമില്ല. പക്ഷേ ഈ മൊഹീദ്ദീൻ മസ്ജിദ് മുന്നോട്ട് പോകുന്നത് ഞാൻ പിരിക്കാൻ വേണ്ടി ഇറങ്ങുന്നൊന്നുമില്ല, പിരിക്കൊന്നുമില്ല, ചെറിയ രീതിയിൽ ഒന്ന് രണ്ട് കാര്യം പറയുള്ളൂ. ഈ മൊഹീദ്ദീൻ മസ്ജിദ് മുന്നോട്ട് പോകുന്നത് ആരോടും ചോദിക്കാത്ത സഹായം കൊണ്ടാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹ്. അള്ളാഹുവേ, ഈ സ്വതക്ക കൊണ്ട് ഈ പാവപ്പെട്ടവന് കുറേ ഉദ്ദേശങ്ങളുണ്ട്. ഈ ഏപ്രിൽ മെയ് മാസത്തിലൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതൊക്കെ പരിപൂർണമായി നടത്തി തരണേ അല്ലാഹ്. അള്ളാഹുവേ, ഈ ബക്കറ്റിലേക്ക് സ്വതക്ക ഇടുന്ന മുഴുവൻ കൈകളും ബറക്കത്തിൻ്റെ കൈകളാക്കണേ അല്ലാഹ്. ദാരിദ്ര്യത്തിൻ്റെ കൈകളാക്കല്ലേ അല്ലാഹ്. കഷ്ടപ്പാടും പട്ടിണിയും പ്രയാസവും നീ അവർക്ക് കൊടുക്കല്ലേ അല്ലാഹ്. സങ്കടവും നൊമ്പരവും ഒന്നും കൊടുക്കല്ല റബ്ബേ. ഖൈറും അഭിവൃദ്ധിയും ഐശ്വര്യവും പ്രദാനം ചെയ്യണേ അല്ലാഹ്. വിഷമങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, സങ്കടങ്ങളിൽ നിന്ന് റഹ്മാനായ പടച്ചോനെ അവരെ എല്ലാം നീ മോചിപ്പിക്കണേ അല്ലാഹ്. ഈ ദുആ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഈ സ്വതക്ക ചെയ്യുന്നവർക്ക് ധാരാളം സാമ്പത്തികമായ അഭിവൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും വഴികൾ നീ തുറന്നു കൊടുക്കണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്നലെ കൊടുത്ത കവറല്ല ഇപ്പോൾ ഇടാനുള്ളത് കേട്ടോ. ഇപ്പോൾ ഇടാനുള്ളത് പൈസയാണ്, കവറല്ലാതെ കൊടുക്കണം. ഇന്നലെ കൊടുത്ത കവറ് ഇന്ന് നമുക്ക് നേരത്തെ വാങ്ങാമായിരുന്നു, അത് നഷ്ടമാണ് ബക്കറ്റിൻ്റെ സമയത്ത്. എന്തായാലും ഒരു കവർ മാത്രമേ ഉള്ളൂ. കവർ മാത്രം ഇട്ടാൽ പോരാ. ഇന്നലെ തന്ന കവർ ഇന്നലത്തേക്കുള്ളതാണ്. അപ്പോൾ ആ പൈസ ഇടുക, അതിൻ്റെ കൂട്ടത്തിൽ ഇന്നത്തെ പൈസ ഇടുക കേട്ടോ. എല്ലാവരും ആ ഭാഗത്തൊക്കെ എല്ലാവരും സഹായിച്ചു കൊടുക്കണം. ഒരാളെ ഉള്ളോ ബക്കറ്റ് കളക്ഷന്? മാഷാ അല്ലാഹ്. ഈ സാഹചര്യത്തിൽ കാഞ്ഞങ്ങാട് ആവിയിൽ പ്രഭാഷണത്തിന് ഇത്രയും പുരുഷന്മാരുണ്ടാകുന്നു എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷവും ഈ ഏപ്രിൽ മാസത്തിലെ മഹാത്ഭുതവുമാണിത്. പല സ്ഥലത്തും ആണുങ്ങൾ കുറവാണ്. ഇന്നലെ പോയ സ്ഥലത്ത് മാഷാ അല്ലാഹ് നല്ല ആളുണ്ടായിരുന്നു. അവിടെ പിന്നെ ഉറൂസൊക്കെ ആയിരുന്നത് കൊണ്ട് ഓട്ടോമാറ്റിക്കലി എങ്ങനെ ആളുണ്ടാവാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ ഇവിടെ ഈ മസ്ജിദിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. ഒന്നത് തുടങ്ങിയവരോ തറക്കല്ലിട്ടവരോ ഉദ്ഘാടനം ചെയ്തവരോ എന്തോ കാര്യമായ ഒരു പ്രത്യേകത അതിനുണ്ടെന്ന് 100 വട്ടം ഉറപ്പ്, ഒരു സംശയമില്ല. കാരണം ഈ പരിസരത്തുള്ള പള്ളികളൊന്നും അങ്ങനല്ല പോകുന്നത്. ഒരു സെക്രട്ടറി പ്രസിഡന്റ് എന്ന് പറയാൻ മാത്രമുള്ള കുറച്ച് കമ്മിറ്റി അംഗങ്ങളൊന്നും അല്ലേ ഇവിടെ ഉള്ളത്. ഇതെന്തോ ഇങ്ങനെ പോവാണ്, അത് അങ്ങനെ നടന്നു പോവാണ്. അപ്പോൾ ആ ഒരു ബറക്കത്തിൽ നിങ്ങളൊക്കെ പങ്കാളികളാകണം. കാര്യമായി സഹായിച്ചു കൊടുക്കുക, ഒട്ടും കുറയ്ക്കണ്ട, നല്ലപോലെ സഹായിച്ചോ. പടച്ചോ നിങ്ങൾക്ക് അതിൻ്റെ നിഅമത്തുകൾ കൂട്ടിക്കൂട്ടി തരട്ടെ, അതിൻ്റെ ബറക്കത്ത് അധികരിപ്പിച്ച് തരട്ടെ, അതിൻ്റെ ഐശ്വര്യം അല്ലാഹ് നിറച്ചു തരട്ടെ. എല്ലാവരും ചെയ്തു കൊടുക്കുക, എല്ലാവരും ചെയ്തു കൊടുക്കുക. പുരുഷന്മാരുടെ ഭാഗത്ത് ഒരാളും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു ബക്കറ്റ് കളക്ഷന് വേണ്ടി. ഉസ്താദ് ഒന്ന് നോക്കി, ആരെങ്കിലും ഉണ്ടാന്ന് നോക്കി. ആസർ സാഹിബ് ഒന്ന് നോക്കി, ആരെങ്കിലും. അത് ശരി, നിങ്ങളങ്ങനെ ഇരുന്ന വാളൊക്കെ പിന്നെ യൂട്യൂബിൽ നിന്ന് കേൾക്കാം, കൊണ്ടുപോയി. സ്ത്രീകളുടെ ഭാഗത്ത് ആളുണ്ടല്ലോ, വനിതാ വോളണ്ടിയർമാരൊക്കെ. ഇതുപോലെ ചുറുചുറുക്കുള്ള ഉസ്താദന്മാരുണ്ടെങ്കിലാണ് മഹലിലെല്ലാം ഓടുള്ളൂ ഉഷാറായിട്ട്. അങ്ങനെ വേണം. ചെല്ലി ഇൻഷാ അല്ലാഹ് എല്ലാവരും സഹായിച്ചു കൊടുക്കട്ടോ. നല്ല റാഹത്തുള്ളൊരു പള്ളിയല്ലേ, എന്തോ ബറക്കത്തുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ മജ്ലിസും ഇതിൻ്റെ പ്രവർത്തനങ്ങളും. അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. ഞാൻ സാധാരണ ഈ നാസർ സാഹിബ് കുവൈറ്റിൽ പരിപാടിക്ക് പോയപ്പോഴേ, കുവൈറ്റ് പരിപാടിക്ക് പോകുമ്പോൾ നമ്മുടെ കൂടെ എയർപോർട്ടിൽ വന്ന് പരിപാടിക്ക് കൊണ്ടുപോയി ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ നിൽക്കുന്ന ഒരാൾ, ഉസ്താദ് ഇങ്ങനെ ഒരു ആവശ്യം നമ്മുടെ നാട്ടിലുണ്ടെന്ന് പറയുമ്പോൾ പെട്ടെന്ന് മുഖത്ത് നോക്കിയിട്ടില്ല എന്ന് പറയാനൊരു മടിയാണ്. കാരണം ഒന്ന് ഗൾഫിലാണ്, പാസ്പോർട്ട് വല്ലതും പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ വലിയ പാടാണ്. എന്നാൽ പിന്നെ നിങ്ങൾ ഫോണ് കാണാമെന്ന് പറഞ്ഞാൽ കണ്ടാലൊരു ഗുണ്ട ലുക്കും ഉണ്ട്. അതുകൊണ്ട് പിന്നെ ഞാൻ വലുതായിട്ട് മുടക്ക് പറഞ്ഞില്ല, നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. ഈ ഏപ്രിൽ മാസത്തിൽ മക്കളൊക്കെ വെക്കേഷനിൽ വീട്ടിൽ വന്ന് നിൽക്കുന്ന സമയമാണ്. ഞാൻ ഭയങ്കര കുടുംബജീവിതവും പ്രസംഗിച്ച് നാട് നീളെ നടന്നാൽ മതിയോ? മക്കൾക്ക് സമയം കൊടുക്കണ്ടേ? ആകെ കുറച്ച് ദിവസമാണ് അവർക്ക് കിട്ടുക. അപ്പോൾ അവരുടെ കൂടെ ഒന്ന് കളിക്കാനും അവരുടെ കൂടെ ഒരു യാത്ര പോകാനും. ഇപ്പം പിന്നെ ഈ വിദേശ രാജ്യത്ത് ടൂറൊന്നും പോകാൻ പറ്റൂല, എന്നാലും അവരുടെ കൂടെ ഒരു യാത്രയൊക്കെ സംഘടിപ്പിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് റാഹത്തായിട്ട് പോകാൻ പറ്റുന്നൊരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് പരമാവധി പ്രസംഗത്തിന് പോകലില്ല. ഏപ്രിൽ മാസത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രസംഗം ഉള്ളത്, പക്ഷേ പോകലില്ല. അതുകൊണ്ട് ഒഴിവാക്കി. പക്ഷേ ഇന്നങ്ങനെ ഒരു ഡേറ്റ് നാസർ സാഹിബിന് കൊടുത്തതുകൊണ്ട് ഇന്നലെ മെനിങ്ങാന്നൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ അങ്ങനെ കൊടുത്തു പോയതാണ്. തലേ ദിവസങ്ങളിൽ അങ്ങനെ എന്തായാലും ഇവിടെ മെനക്കെട്ട് വരണമല്ലോ, അതുകൊണ്ട് അങ്ങനെ കൊടുത്തതാണ്.
അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഈ റമദാനിൽ തണുപ്പൊക്കെ കുടിച്ച് നോമ്പൊക്കെ തുറക്കുന്ന സമയത്ത്, റമദാൻ ഗൾഫിലായിരുന്നു, നോമ്പ് തുറക്കുന്ന സമയത്ത് ഈ തണുപ്പുള്ള മോരും മറ്റേ ഗൾഫിൻ്റെ ലെബനും ഒക്കെ കിട്ടുമ്പോൾ ഒരു സന്തോഷമാണ്. ഗൾഫുകാർക്കറിയാം അതിൻ്റെ ടേസ്റ്റ്. അത് ആ സമയത്ത് അവരുടെ അറബികളുടെ കൂടെ കുടിച്ച്, അപ്പോൾ അതിൻ്റെ ഒരു കഫക്കെട്ടും ചുമയും പനി ഓട്ടോമാറ്റിക്കലി എന്തായാലും റമദാൻ കഴിയുമ്പോൾ ഉണ്ടാവലുണ്ട്. അതുകൊണ്ട് നാസർ സാഹിബ് ഇന്നലെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എന്തായാലും സുബഹിക്ക് മുമ്പ് 3 മണി 3:30 മണിയാകുമ്പോൾ എത്തും. ഉറങ്ങാൻ എവിടെയെങ്കിലും സൗകര്യം തന്നാൽ, സംഘാടകരുടെ ശല്യമൊന്നും ഇല്ലെങ്കിൽ റാഹത്തായിട്ട് ഉറങ്ങി തൊണ്ട കുറച്ചെങ്കിലും റെഡിയായാൽ നാളെ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റും. അത് അദ്ദേഹം വളരെ മാന്യമായി കൈകാര്യം ചെയ്തു. അള്ളാഹു അദ്ദേഹത്തിനും കുടുംബത്തിനും വലിയ ഖൈർ പ്രദാനം ചെയ്യട്ടെ. ഉച്ചയ്ക്ക് അദ്ദേഹത്തിൻ്റെ തന്നെ കുടുംബത്തിൽ അദ്ദേഹത്തിൻ്റെ മരുമകൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ രാത്രി ഇത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണമുണ്ട്. നിങ്ങളെല്ലാവരും ഭക്ഷണം തരാനൊക്കെ അതിയായി ആഗ്രഹമുള്ളവർ, സ്നേഹമുള്ളവരാണ്. ആവിയിലും കാഞ്ഞങ്ങാടും ഈ മറ്റേ പുത്തൻകോട്ട, എന്താ പള്ളിയുടെ പേര്, പുതിയ കോട്ടപ്പള്ളി, അവിടുത്തെ ആളുകളൊക്കെ അത്രയും സ്നേഹമുള്ളവരാണെന്ന് അറിയാം. പക്ഷേ എന്നാലും അങ്ങനെ 1-2 പേരല്ലേ ചെയ്യാൻ പറ്റൂ, അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതാണ്. അള്ളാഹു താല എല്ലാവരുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച കൂലി, സ്വീകരിച്ച കൂലി, സ്നേഹിച്ച കൂലി അള്ളാഹു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബക്കറ്റ് കളക്ഷൻ നടക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു ചെറിയ വർത്താനം പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ. ആദ്യം കൊണ്ടുപോയാളാ നമ്മുടെ ബക്കറ്റ് കളക്ഷൻ നടത്തിയ ആദ്യം ബക്കറ്റുമായിട്ട് വന്നില്ലേ നിങ്ങളുടെ ഇടയിൽ, അദ്ദേഹത്തിൻ്റെ ഒരു മോള് ക്യാൻസർ ഒന്ന് മരിച്ചു പോയിട്ടുണ്ട്. ഈ ഹിദുമത്തിന് പകരം അള്ളാഹു ആ പൊന്നുമോക്ക് സ്വർഗത്തിൽ വലിയ ദറജ കൊടുക്കട്ടെ. ആ സഹോദരൻ അള്ളാഹു കുടുംബത്തിനും ക്ഷമ കൊടുക്കട്ടെ. അതിന് പകരം ജന്നാത്തിൽ ഫിർദൗസിൽ വലിയ സ്ഥാനം കൊടുക്കട്ടെ. ഇനി അടുത്ത ഒരു മോക്കും അതേ അസുഖം കൊണ്ട് ചെറിയ ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മളൊക്കെ എത്ര ഭാഗ്യമുള്ളവരാണ്. ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഇന്ന് പനി പോലെ പടരുന്ന രോഗമാണ്. റഹ്മാനായ പടച്ചവനെ നീ കാത്തിരക്ഷിക്കല്ല. ആ പൊന്നുമോക്ക് സമാധാനം കൊടുക്കല്ല. ഞങ്ങൾക്ക് സലാമത്ത് താ അല്ലാ. വളരെ പേടിക്കണം. ഐഷാ ബീവി റളിയല്ലാഹു അൻഹയോടാ പ്രിയപ്പെട്ട സഹോദരി പറയുകയാണ്, 4ാമത്തെ സ്വഭാവ സവിശേഷ ഗുണം. 1 പറഞ്ഞു, 2 പറഞ്ഞു, 3 പറഞ്ഞു, മറന്നു പോകരുത്. റിപ്പീറ്റ് ചെയ്ത് പറയാനും ഓർമ്മിപ്പിക്കാനുമുള്ള സമയക്കുറവുണ്ട്. 4ാമത്തതാ സഹോദരി പറയുന്നു, ഐഷാ റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്, ഇദാ അദ്ദനൽ മുഅദ്ദിനു കുന്തു അഖൂലു മഅഹു. ബാങ്ക് വിളിച്ചാൽ, ബാങ്ക് കേട്ടാൽ ആ മുഅദ്ദിൻ പറയുന്ന പോലെ പറയുക എന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. നമ്മളാരും പലപ്പോഴും മറന്നു പോകുന്ന കാര്യമാണ് എല്ലാവരും. ബാങ്ക് വിളിക്കുമ്പോൾ ആ മുഅദ്ദിൻ പറയുന്ന പോലെ കൂടെ പറയുക എന്നത് എനിക്കൊരിഷ്ടമാണ്. അതുകൊണ്ട് എന്തൊക്കെയാണ് ഉണ്ടാകുന്നത്? ഒന്ന്, നമ്മുടെ അഹങ്കാരം മാറും. ബാങ്ക് വിളിക്കുമ്പോൾ നമ്മൾ കേട്ടിട്ട് പറഞ്ഞാൽ എങ്ങനെ നമ്മൾ അഹങ്കാരം മാറും? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് വലിയവൻ. പണക്കാരൻ പറയുകയാണ് കൂടെ, മുതലാളി പറയുകയാണ് കൂടെ, 4000-ഉം 40,000-ഉം 4 ലക്ഷവും തൊഴിലാളികളുള്ള വലിയ വലിയ കമ്പനികളുടെ ഉടമസ്ഥൻ പറയുകയാണ് അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് വലിയവൻ. അവന്റെ ഹൃദയത്തിൽ എന്തോ തോന്നലുണ്ട്. അതൊക്കെ മാറാൻ ഈ പറച്ചില് കാരണമാണ്. 2ാമത് ഈമാൻ കൂടാൻ കാരണമാണ്. ഹയ്യ അല സ്വലാത്ത്, നിസ്കാരത്തിലേക്ക് വരൂ എന്ന് പറയുമ്പോൾ ബാങ്കിന്റെ മറുപടിയായി നമ്മൾ പറയുന്നത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. വരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഞാനൊന്ന് നടക്കണമെങ്കിൽ, എന്റെ വിരലൊന്ന് ചലിക്കണമെങ്കിൽ എനിക്ക് അല്ലാഹുവിന്റെ അപാരമായ കഴിവ് തന്നെങ്കിലേ പറ്റൂ. അതുകൊണ്ട് ത്രാണി അല്ലാഹു അല്ലാതെ ഇല്ല, കഴിവല്ലാഹുവിനല്ലാതെ ഇല്ല. എല്ലാം പടച്ചവനാണ്, ഞാൻ ഒന്നുമില്ലാത്തവനാണെന്ന് പറയുന്ന ഈമാനിന്റെ പറുദീസ ഒരു പാവപ്പെട്ടവന്റെ ഖൽബിന്റെ അകത്ത് തുറന്നു കൊടുക്കുകയാണ്. ബാങ്കിന് വല്ലാത്ത മര്യാദയുണ്ട് ഇസ്ലാമിൽ. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, ഞാൻ ഖലീഫയല്ലായിരുന്നെങ്കിൽ, തിരക്കുള്ള ഒരു അധികാരത്തിന്റെ കസേരയില്ലാത്തവനായിരുന്നെങ്കിൽ, മരിക്കുവോളം 5 നേരം ബാങ്ക് വിളിക്കുന്ന മുഅദ്ദീനായി മാറാൻ ഞാൻ കൊതിക്കുമായിരുന്നു. ബാങ്ക് വിളിക്കുന്നവർ നാളെ ആഖിറത്തിൽ തല ഉയർത്തപ്പെട്ടവരായി, നല്ല ഉയരമുള്ളവരായി കാണുന്നതാണെന്ന് ശഫീഉന മുഹമ്മദ് മുസ്തഫ. ബാങ്ക് വിളിക്കുന്നവർക്ക് വലിയ ബഹുമാനമുണ്ട്, ബാങ്ക് വിളിക്കുന്നവർക്ക് വലിയ സ്ഥാനമുണ്ട്. ബാങ്ക് വിളിക്കുന്നവര് എവിടെയെല്ലാം ആ ശബ്ദം കേൾക്കുന്നുവോ, ആ കേൾക്കുന്ന ജീവജാലങ്ങളും പുല്ലുപുഷ്പങ്ങൾ പോലും ആ വിളിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥന നടത്തുമെന്നാണ്. ബാങ്ക് വിളിക്കുന്നതിനിടയിൽ ആരെങ്കിലും സംസാരിച്ചാൽ
ബാങ്ക് വിളിച്ചുകൊണ്ടിരിക്കുമ്പോ ആരെങ്കിലും വാർത്ത കേട്ടാൽ, ബാങ്ക് വിളിച്ചുകൊണ്ടിരിക്കുമ്പോ ആരെങ്കിലും പാട്ട് കേട്ടാൽ, ബാങ്ക് വിളിച്ചുകൊണ്ടിരിക്കുമ്പോ ആരെങ്കിലും കടയിലിരുന്നു കൊണ്ട് മോശമായ വർത്താനം പറഞ്ഞാൽ മരിക്കുന്ന സമയത്ത് കലിമ പറയാൻ കഴിയാതെ അവന്റെ നാവ് പിടച്ചു പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സംസാരിക്കാൻ പാടില്ല, വാള് നിർത്തണം, ഖുർആൻ പാരായണം നിർത്തണം, എല്ലാം നിർത്തണം. ശാന്തമായി കേട്ട് മറുപടി പറയണം. ബാങ്കിനുള്ള ഇനി അടുത്ത ഒരു സമ്മാനം, ഞാൻ പെട്ടെന്ന് പോവാൻ. ബാങ്കിനുള്ള അടുത്ത ഒരു സമ്മാനമുണ്ട്. അടുത്ത ഒരു സമ്മാനം എന്ന് പറയുന്നത് മുത്തറസൂലിന് വേണ്ടിയുള്ള ദുആയാണ്. ആതി മുഹമ്മദനൽ വസീലത വൽ ഫളീല വദറജത റഫിആ. ബാങ്ക് കഴിഞ്ഞിട്ട് അങ്ങനെ ദുആ ചെയ്യുന്നവർക്ക് നാളെ അല്ലാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്തുണ്ട്. നാളെ പടച്ചവന്റെ പൊരുത്തമുള്ള നോട്ടമുണ്ട്. അല്ലാഹുവിന്റെ റസൂല് ഇത് കാരണമായിട്ട് അവരെ നാളെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ ഒരുങ്ങി വരുന്നുണ്ട്. ഇത്രയുമാണ് ബാങ്കുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് പഠിക്കേണ്ട കാര്യങ്ങൾ. അതുകൊണ്ട് ബാങ്ക് കേട്ടാൽ മറുപടി കൊടുക്കുക. ഈമാൻ കൂടും, അഹങ്കാരം കുറയും, നിസ്കാരത്തിനോട് താല്പര്യം ഉണ്ടാവും. ബാങ്ക് വിളിക്കുമ്പോൾ സംസാരിക്കാതിരിക്കുക. മരിക്കുന്ന സമയത്ത് നാവ് പിടഞ്ഞു പോകും, പറയാൻ കെലിമ പറയാൻ കഴിയാതെ. ബാങ്ക് വിളിക്കുന്നവർക്ക് വലിയ പ്രതിഫലമാണ്. ആഖിറത്തിൽ അവർ ശിരസ്സിങ്ങനെ ഉയർന്നു നിൽക്കുന്ന വലിയ മുതലാളിമാരെ പോലെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും എന്നാണ്. അതുകൊണ്ട് ബാങ്കിന് നമ്മൾ എന്ത് ചെയ്യണം? മറുപടി കൊടുക്കണം. ബാങ്കിന് മുമ്പേ നിസ്കാരത്തിന് ഒരുങ്ങി തയ്യാറായിട്ടിരിക്കണം. ഇതൊന്നും കൂടാതെ ബാങ്കിന് ശേഷമുള്ള പ്രാർത്ഥന അള്ളാഹുവിൻ്റെ അടുത്ത് വലിയ സ്ഥാനമുണ്ട്. ആരംഭപ്പൂവിൻ്റെ ശഫാഅത്തിന് അതൊരു കാരണമാണ്. അഞ്ചാമത്തെ കാര്യം, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ആ പ്രിയപ്പെട്ട സഹോദരി പറഞ്ഞു കൊടുക്കുന്ന അഞ്ചാമത്തെ കാര്യം, ആയിഷ ഉമ്മ മാ കൽതു അഹദി ഷൈആ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഒറ്റയ്ക്ക് ആഹാരം കഴിച്ചിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഒറ്റയ്ക്ക് ആഹാരം കഴിച്ചിട്ടില്ല. കൂടെ ആളില്ലാതെ ഞാൻ ആഹാരം കഴിക്കൂല. കൂടെ ആളില്ലാതെ ആഹാരം കഴിക്കൂല. പഴയ കാലത്തൊക്കെ എല്ലാവരും ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കുക. പണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കും, ഉമ്മ വാപ്പ മക്കള് എല്ലാവരും ഒരു വിളക്ക് കത്തിച്ച് അതിൻ്റെ മുമ്പിൽ ഭക്ഷണം വിളമ്പി എല്ലാവരും ഒരുമിച്ചിരുന്നാണ് കഴിക്കുക. ഇന്നങ്ങനല്ല. മകൻ വരുന്നത് ഒരു സമയത്ത്, വാപ്പ വരുന്നത് ഒരു സമയത്ത്, ഉമ്മ വരുന്നത് ഒരു സമയത്ത്, മകള് വരുന്നത് ഒരു സമയത്ത്. നാല് സമയത്താണ് ടേബിളിൽ അവർക്കുള്ളതുണ്ടാവും. ബുഫേ സിസ്റ്റം പോലെ ഇഷ്ടമുള്ളത് കഴിക്കും, ചിലപ്പോൾ കഴിക്കൂല. അതിനൊരു ബറക്കത്തില്ല. ഒരുമിച്ചിരുന്ന് കഴിക്കണം. ബഹുമാനായ ഷെയ്ഖുന അത്തിപ്പറ്റ ഉസ്താദ് അവർകൾ, അള്ളാഹു ദറജ ഉയർത്തി കൊടുക്കട്ടെ, മരിക്കുവോളം ഒറ്റയ്ക്ക് ആഹാരം കഴിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മകൻ അബ്ദുൽ വാഹിദ് ഉസ്താദ് പറയുന്ന കേൾക്കാം. ഒറ്റയ്ക്ക് ആഹാരം കഴിച്ചിട്ടേ ഇല്ല. നിലത്തിരുന്നാണ് കഴിക്കുക. എല്ലാവരെയും പിടിച്ചടുത്തിരുത്തും. എല്ലാവർക്കും ഒരുമിച്ച് ഭക്ഷണം അങ്ങനെയാണ് കഴിക്കുക. എല്ലാ ദിവസവും നമുക്ക് ചിലപ്പോൾ ഒരു പാത്രത്തിൽ നിന്ന് ഒരുമിച്ചിരുന്ന് കഴിക്കാൻ പറ്റൂല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? മാസത്തിൽ ഒരു ദിവസമെങ്കിലും ഒരു വലിയ പാത്രത്തിൽ പാപ്പായും ഉമ്മായും മക്കളും എല്ലാവരും കൂടെ ഒരുമിച്ച് കഴിക്കണം. ഒരുമിച്ച് കഴിക്കണം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഒരു പാത്രത്തിൽ നിന്ന് കഴിക്കണമെന്നല്ല. അതൊരു ഹൈറാണ്. പക്ഷേ ഒരുമിച്ച് ഒരേ സമയത്ത് ഒരേ ടേബിളിൽ ഇരുന്നെങ്കിലും കഴിക്കാൻ പറ്റണം. പാപ്പ ഉമ്മ മക്കളെല്ലാവരും ഒരുമിച്ച്. എല്ലാവരും മൊബൈലിന് അഡിക്റ്റാണ്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മൊബൈൽ ഇങ്ങനെ നോക്കിയിട്ടാണ് കഴിക്കുന്നത്. എന്തായി IPL എന്തായി, രാഷ്ട്രീയം എന്തായി, പാർട്ടി എന്തായി, ഫുട്ബോൾ എന്തായി, ഇലക്ഷൻ എന്തായി, ഒക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നോക്കുകയാണ്. ഒരിക്കലും പാടില്ല. അത് ആഹാരത്തിനോടുള്ള മര്യാദ കേടാണ്, ഭക്ഷണത്തിനോടുള്ള അദബ് കേടാണ്. ഒരിക്കലും അങ്ങനെ കഴിക്കാൻ പാടില്ല. അവിടെ മക്കൾ അങ്ങനെ കഴിച്ചാൽ അവരോട് നിങ്ങൾ പറയണം, മക്കളെ അങ്ങനെ ആഹാരം കഴിക്കരുതെന്ന് പറയണം, ശാസിക്കണം. വലിയ അപകടമാണ്, അങ്ങനെ കഴിക്കരുത്. അത് ഭൗതികമായ അപകടമല്ല ഞാൻ പറയുന്നത്. നമുക്ക് അള്ളാഹു തരുന്ന ആഹാരമല്ലേ. ഒരു തരി ആഹാരം കിട്ടാതെ കാത്തു കിടക്കുന്ന എത്ര ആളുകളുണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ ചില രാജ്യങ്ങളുടെ വീഡിയോസുകൾ വരുന്ന കണ്ടിട്ടില്ലേ? ഭക്ഷണം വിളമ്പിക്കൊടുത്ത പാത്രത്തിൻ്റെ അടിയിൽ കിടക്കുന്ന ചെറിയ ഒരു വറ്റിന് വേണ്ടി പോലും കൈകൊണ്ട് ഇങ്ങനെ എടുക്കുന്ന കുഞ്ഞുങ്ങളെ കണ്ടിട്ടില്ലേ? അതുകൊണ്ട് ആഹാരത്തിനോട് മര്യാദ വേണം. നിങ്ങളുടെ എല്ലാ സൗകര്യങ്ങളും പ്രകടിപ്പിക്കാനുള്ള സ്ഥലമല്ല ആഹാരത്തിൻ്റെ ടേബിൾ എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഞാൻ ഒറ്റയ്ക്കൊരു ആഹാരവും കഴിച്ചിട്ടില്ല. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലഘട്ടത്തിലേക്ക് പോയാലോ, മദീനയുടെ തിരുമുമ്പിലേക്ക് ചെന്നാലോ, രാത്രിയിൽ മുസാഫിരിങ്ങൾ വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കും, ആരാണ് അവരെ വീട്ടിലേക്ക് കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കുന്നത്?
ആരാണിവർക്ക് വീട്ടിലേക്ക് കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കുന്നത്? അങ്ങനെ ചോദിക്കുമ്പോൾ ചില ആളുകളൊക്കെ പറയും, ഞാനുണ്ട് നബിയേ, ഞാനുണ്ട് നബിയേ. ഒരു ദിവസം മുസാഫിരിങ്ങൾ കൂടിയപ്പോൾ, സമയക്കുറവാണ്, ഞാൻ ഒരുപാട് വിശദീകരിക്കുന്നില്ല. ഒരു ദിവസം മുസാഫിരിങ്ങൾ കൂടിയപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇന്നലെ ഒരാളെ കൊണ്ടുപോയവർ ഇന്ന് രണ്ടാളെ കൊണ്ടുപോകണം, ഇന്ന് രണ്ടാളെ കൊണ്ടുപോകണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എല്ലാറ്റിലും ആദ്യം കൈ ഉയർത്തുന്ന, എപ്പോഴും ഞാനുണ്ടെന്ന് പറയുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, രണ്ടാളെ ഞാൻ കൊണ്ടുപോകാം നബിയേ. മോനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, ഈ രണ്ട് പാവങ്ങളായ മുസാഫിരീങ്ങളെ, പാവപ്പെട്ട ഫക്കീറുകളെ വീട്ടിലേക്ക് കൊണ്ടുവയ്ക്കോ, വീട്ടിൽ ഭക്ഷണമുണ്ടോ ഉപ്പാ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, അറിയില്ല, ഉമ്മാനോട് പറയേ. ആ രണ്ടുപേരെയും കൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ വീട്ടിലേക്ക് ചെല്ലുകയാണ്. രണ്ടുപേരെയും കൊണ്ട് ചെല്ലുകയാണ്. ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ പറയുന്നു, മോനെ, ഇവിടെ കഴിക്കാനുള്ള ഭക്ഷണം ഒരാൾക്ക് ചിലപ്പോ കഴിക്കാൻ പറ്റുമായിരിക്കും, ഒന്നുമില്ലല്ലോ മോനെ. മദീനയുടെ ദാരിദ്ര്യത്തിന്റെ കഷ്ടപ്പാടിന്റെ നെറുകയിലും ഹൃദയം നിറച്ച് ഈമാൻ കൊണ്ട് നടന്നവരാണവര്. ഇന്ന് കൊട്ടാരങ്ങളുള്ള കാഞ്ഞങ്ങാട് ബിസിനസ്സുകൾ